നാമം ജപിച്ച് ഈ മഹാദേവന്റെ സന്നിധിയിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ മഹാപുണ്യം നിർവചിക്കുന്ന സുഹൃതം. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇവിടെ ഒത്തുചേരാൻ സാധിച്ചത്. നമുക്കറിയാം, നമ്മുടെ ഋഷീശ്വരന്മാരെ നമുക്ക് പകർന്നു തന്നിട്ടുള്ള അറിവ്, അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസത്തിലും ചിങ്ങമാസം മുതൽക്ക് ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വിശേഷ അവസരങ്ങൾ ഓരോന്നും അതെ ക്ഷേത്രവുമായിട്ടും അതുപോലെ ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ദിവസങ്ങളാണ് ഓരോ മാസത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിങ്ങമാസത്തിലാണെങ്കിൽ ഓണം, കന്നിമാസത്തിലാണെങ്കിൽ ആയില്യം, നാഗാരാധനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് കന്നിയിലെ ആയില്യം. അതുപോലെ അത് കഴിഞ്ഞ തുലാമാസത്തില് നവരാത്രി ആഘോഷം 9 ദിവസം. അതിനുശേഷം തുലാമാസം, വൃശ്ചികം തുടങ്ങിയിട്ടുള്ള മാസങ്ങളില് നമ്മുടെ ശബരിമലയ്ക്ക് പോവാനുള്ള വ്രതം, മണ്ഡലകാലം. അതിനുശേഷം ധനുമാസത്തിലെ തിരുവാതിര. പിന്നീട് മകരം, അതായത് ആ ഉത്തരായണ കാലത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും പുണ്യമായിട്ടുള്ള കാലമാണ് ഉത്തരായണ കാലം. അപ്പോൾ മകരമാസം മുതൽക്ക് തുടങ്ങുന്ന ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഈ ആരാധനാ സമ്പ്രദായങ്ങൾക്ക് കുറച്ചും കൂടി ശക്തി പ്രാപിക്കുന്ന താലപ്പൊലികള്, അതുപോലെ പ്രത്യേക പൂജാരി കാര്യങ്ങളൊക്കെ ഉത്തരായണ കാലത്തിൽ ചെയ്യുന്ന ഏറ്റവും വിശേഷമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മകരമാസം മുതൽക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് താലപ്പൊലികള്, മകരപ്പൊങ്കല്, അതുപോലെ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രത്യേക പൂജാരി കർമ്മങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മകരമാസം മുതൽക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ മകരത്തില് മകര വിളക്ക്, മകര ചൊവ്വ തുടങ്ങിയിട്ടുള്ള ദേവി പ്രാധാന്യമുള്ള ദിവസം. പിന്നീട് കുംഭമാസത്തില് ശിവരാത്രി, മീനമാസത്തില് മീനപ്പഴി, ഇങ്ങനെ തുടങ്ങുകയാണ്. ധാരാളം ക്ഷേത്ര ആരാധനാ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓരോ ദിവസവും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ദുരിതങ്ങളിൽ പെട്ടിട്ട് ഈശ്വരാർപ്പണമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ പ്രാരബ്ധ കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി കൂടി കുറച്ച് അതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു ഓർമ്മിപ്പിക്കലാണ് ഓരോ മാസത്തിലും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസമെങ്കിലും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ വരികയും അതുപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ അതിലേക്ക് ശ്രദ്ധ ചെലുത്താൻ ഓർമ്മിപ്പിക്കാം. ഇപ്പൊ ഉദാഹരണം, നമ്മുടെയൊക്കെ മൊബൈല്, ഉദാഹരണമായിട്ട് പറയാനുള്ളത് പദമുണ്ട്, എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. പക്ഷെ അത് വേണ്ട വിധത്തിൽ നമ്മൾ ആ മൊബൈൽ ചാർജർ വെച്ചിട്ട് റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് വേണ്ട വിധം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതേപോലെ തന്നെ ദൈനംദിന പ്രാരബ്ധ ജീവിതങ്ങളിൽ പെട്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ കൂടുതൽ നമുക്ക് മനക്കരുത്തും മാനസികമായിട്ടുള്ള ഉന്മേഷവും തരും എന്നുള്ളത് കൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഇത്തരം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഭാരതം പുണ്യപുരുഷന്മാരെ കൊണ്ടും മഹാഗ്രന്ഥങ്ങളെ കൊണ്ടും അതുപോലെ ഋഷീശ്വരന്മാരെ കൊണ്ടൊക്കെ സമ്പുഷ്ടമായിട്ടുള്ള ഭൂമിയാണ്. അപ്പൊ അവര് പറഞ്ഞു തന്നിട്ടുള്ള അറിവ്, വേദം, ആ കൃതയുഗത്തില് അവർ ഒരുപാട് കാലം, എത്രയോ വർഷം പുണ്യഭൂമിയിൽ തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന അറിവുകളെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവർ നേടിത്തന്നിട്ടുള്ള അറിവാകട്ടെ നമുക്ക് എല്ലാ കാലത്തേക്കും നമ്മുടെ ജീവിതത്തെ, മനുഷ്യരാശിയെ നന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. ആ അറിവാണ് അവരെ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ജീവിത പ്രാരംഭങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താനോ അല്ലെങ്കിൽ കൂടുതൽ ഭഗവാനോട് അടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കുറവ് വന്നുകൊണ്ടിരിക്കുന്നത് കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കൃതയുഗം എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ, അതായത് 16 കലകളോടും കൂടിയിട്ട് പൂർണ്ണചന്ദ്രൻ അത്രയും ശോഭിച്ചു നിൽക്കുന്ന ചൈതന്യവത്തായിട്ടൊരു കാലഘട്ടമായിരുന്നു നമ്മുടെ കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ത്രേതായുഗം, ദ്വാപരയുഗം, ഇന്ന് നമ്മൾ കലിയുഗത്തിലാണ് എത്തിയിരിക്കുന്നത്. ഈ കലിയുഗത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ ഈശ്വരാരാധനയ്ക്ക് അല്ലെങ്കിൽ ക്ഷേത്ര ആരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ അത് പൂർവികരായിട്ടുള്ള നമ്മുടെ ഋഷീശ്വരന്മാരെ മുന്നേ കൂട്ടി കണ്ടതുകൊണ്ടാണ് വരും തലമുറയെ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിനെ കുറിച്ചാണ് അവര് നമുക്ക് നല്ല പുരാണ ഗ്രന്ഥങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും നല്ല നല്ല കഥകളിലൂടെയൊക്കെ, കഥകളിലൂടെ പറഞ്ഞാലേ വേദസംഹിതകൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് കഥകളിലൂടെയൊക്കെ എങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ചു തരികയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇന്ന് ശിവരാത്രി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. പക്ഷെ കഥ എന്നതിലുപരി കഥ കേട്ടിരിക്കുക, ആ കഥ കേട്ട് പോവുക എന്നുള്ളതിലുപരി ആ കഥയിൽ അടങ്ങിയിരിക്കുന്ന സാരാംശം എന്താണ് എന്നതാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കേട്ടിരിക്കുന്ന കഥ
മഹാവിഷ്ണുവും ബ്രഹ്മാവും അതായത് ഒരു ദിവസം അവര് ആരാണ് വലിയവൻ അല്ലെങ്കിൽ ആരാണ് ശക്തിമാൻ, ഏറ്റവും കൂടുതൽ ശക്തി ആർക്കാണ് എന്ന കാര്യത്തിൽ അവർക്കൊരു സംശയം, ഞാനാണ് വലുത് അല്ല നീയാണോ വലുത് എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു സംശയം തോന്നിയെന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊക്കെ തോന്നുന്ന ചിന്താഗതികളാണ്. എന്നേക്കാൾ കൂടുതൽ മറ്റാൾക്ക് കഴിവുണ്ടോ, അതോ എന്നേക്കാൾ യോഗ്യത അല്ലെങ്കിൽ യോഗ്യനാണോ മറ്റാള്, അങ്ങനെ ഒരു ചെറിയൊരു അസൂയ എന്നുള്ളൊരു ഭാവം. അപ്പൊ അതുകൊണ്ട് അതേപോലെ മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ഉയർന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ വല്ലാതെ തർക്കത്തിലേർപ്പെട്ടു. ഞാനാണ് വലിയവൻ, ഞാനാണ് കേവലൻ എന്നുള്ള തരത്തിൽ രണ്ടുപേരും തർക്കത്തിലേർപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ തർക്കം മൂത്ത് കലഹമായി, കലഹം ഒടുവിൽ യുദ്ധത്തിലേക്ക് എത്തി. ആ യുദ്ധം അങ്ങനെ മൂർധന്യാവസ്ഥയിലെത്തി. രണ്ടുപേരും പിന്മാറാൻ ഭാവമില്ല. എന്നാൽ കുറെ കഴിഞ്ഞ ആ തർക്കം സ്വയം പരിഹരിച്ച് വേണ്ട ഒന്ന് വിട്ടൊഴിഞ്ഞേക്കാം, അതായത് ആ വിട്ടുവീഴ്ച മനോഭാവം അതും രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കയായി തുടങ്ങി, ഇത് എവിടേക്കാ പോകുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഇതിനൊരു പരിഹാരം വേണമല്ലോ. നമ്മുടെ നാട്ടിലായാലും രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സംഘടനകൾ തമ്മിൽ വല്ലാതെ കലഹിക്കുമ്പോൾ അതിന്റെ ഇടയിൽ വന്നിട്ട് സാമുദായിക സംഘടനയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ഇടപെട്ടിട്ട് ആ തർക്കം പരിഹരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊരിക്കലും അവര് നിർത്തുന്നില്ല എന്ന് കണ്ടാൽ മധ്യവർത്തികളായിട്ട് ആരെങ്കിലും ഇടപെട്ടിട്ട് അത് ഏത് വിധത്തിലാണ് അത് പരിഹരിക്കേണ്ടതെന്ന് ചിന്തിക്കാറുണ്ട്. അതേപോലെ ഇവിടെ മഹാദേവൻ ഒരു അഗ്നിസ്ഫുലികമായിട്ട് വലിയൊരു സ്തംഭത്തിന്റെ രൂപത്തില് രണ്ടുപേരുടെയും നടുവില് അവിടെ വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഏതായാലും നിങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങിയ തർക്കമൊക്കെ ഞാൻ കേട്ടു, നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ഞാൻ ശിവലിംഗം, അതായത് ശിവലിംഗമല്ല, അത്രയും സ്തംഭമാണ്, വലിയൊരു സ്തംഭമായിട്ടാണ്, അഗ്നി സ്തംഭമായിട്ടാണ് വന്ന് നിന്നിരിക്കുന്നത്. അപ്പൊ പറയണ ഇതിന്റെ അറ്റം എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന ആള്, ആ ആളെക്കാണ് വലിയവൻ അല്ലെങ്കിൽ ഒന്നാമൻ എന്നുള്ള സ്ഥാനം നൽകാം. നമുക്ക് അങ്ങനെയൊരു തീരുമാനത്തിലെത്താം. അല്ലാതെ ഇപ്പൊ ഇതിനൊരു അറ്റം വേണമല്ലോ. ഈ യുദ്ധം അങ്ങനെ തുറന്നുകൊണ്ട് പോയാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ആരാണോ ഇതിന്റെ അറ്റം ആദ്യം കണ്ട് തിരിച്ചു വരുന്നത് അവരാണ് വലിയവൻ എന്ന് നമുക്കൊരു ധാരണയിൽ എത്താം എന്ന് പറയണം. അപ്പൊ അങ്ങനെ മഹാവിഷ്ണു ഒരു വരാഹത്തിന്റെ, അതായത് പന്നിയുടെ രൂപത്തില് ഭൂമിയുടെ താഴെ ഹംസത്തിന്റെ രൂപത്തില് ബ്രഹ്മാവ് നേരെ മുകളിലേക്കും പോയി എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരുപാട് കാലം അവരങ്ങനെ സഞ്ചരിച്ചു. ധാരാളം വർഷങ്ങളോളം ഒരാൾ മുകളിലേക്കും ഒരാൾ താഴേക്കും സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ താഴേക്ക് പോയ മഹാവിഷ്ണു തളർന്ന് അവശനായിട്ട് അറ്റം കാണാനില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം വേഗം തിരിച്ചു വന്ന് യഥാസ്ഥാനത്ത് വന്ന് അവർ അങ്ങനെ ഇരുന്നു. പക്ഷെ ബ്രഹ്മാവ് വിട്ടുകൊടുക്കാൻ ഭാവില്ല. നമ്മളിലൊക്കെ ചിലർ അങ്ങനെ തന്നെയാണല്ലോ, അങ്ങനെയാണ് വിട്ടുകൊടുത്താൽ പറ്റുക. നമുക്കൊരു ജാള്യത, അങ്ങനെ എങ്ങനെയാ അപ്പൊ തോൽവി സംബന്ധിച്ച് തിരിച്ചു പോവുക, അത് ശരിയല്ല. എന്റെ കേമത്തിൽ എല്ലാവരും കാണിക്കണ്ടേ, അങ്ങനെയാണ് തിരിച്ചു പോയാൽ പറ്റുമോ. അങ്ങനെ ബ്രഹ്മാവ് നേരെ മുകളിലേക്ക് തന്നെ ഒരുപാട് കാലം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കുറേ കാലം കഴിഞ്ഞിട്ട് മറ്റം കാണിക്കാൻ തന്നെയല്ല, നേരെ നിന്ന് ഒരു പൂവ് താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. അപ്പൊ ചോദിച്ചു, ആഹാ നീ ആരാ, നീ ഇപ്പൊ എഴുതാ വരുന്നത് ചോദിച്ചു. അത് കൈതപ്പൂവാണ്, നല്ല സുഗന്ധമുള്ള പുഷ്പാണ് കൈതപ്പൂവ്. അപ്പൊ ആ പൂവാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ കൈതപ്പൂ പറഞ്ഞു, ഞാൻ മഹാദേവന്റെ ശിരസിൽ നിന്നാണ്, മഹാദേവന്റെ മൗലിയിൽ നിന്നാണ് ഞാൻ ഇറങ്ങി വരുന്നത്. ഓ അത് ശരി, അപ്പൊ മഹാദേവൻ അങ്ങനെ ഒരു അറ്റമുണ്ടല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു കള്ളസാക്ഷി പറയോ, ഞാനിപ്പോ ഒരു പന്തയം വെച്ചിട്ട് വന്ന ആളാണ്, ഞങ്ങൾ രണ്ടുപേരും വലിയൊരു തർക്കത്തിലാണ് ഇപ്പോ. അതുകൊണ്ട് ഞങ്ങള് ആരാണോ ഈ സ്തംഭത്തിന്റെ അറ്റം കാണുന്നത് ആ ആളാണ് വലിയവൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ആ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. മഹാവിഷ്ണു താഴേക്കും പോയി, ഞാൻ മുകളിലേക്കും പോകുന്നു, ഞാനിപ്പോൾ അതാ ഇവിടെ എത്തി. പക്ഷെ എനിക്ക് ഇതിന്റെ അറ്റം ഒന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചില്ല. പക്ഷേ നീ എനിക്ക് വേണ്ടി ഉപകാരം ചെയ്യോ, ഞാൻ ഈ മഹാദേവന്റെ മൗലി വരെ എത്തിയെന്നും ശിരസ് അല്ലെങ്കിൽ അറ്റം ഞാൻ കണ്ടു എന്ന് നീ ഒന്ന് പറയുകയും ചോദിച്ചു. അപ്പൊ കൈതപ്പൂര് വല്ലാത്തൊരു വിഷമം, എന്താ ചെയ്യുക, ആരാ ചോദിക്കേണ്ടത്, കള്ളസാക്ഷി പറയാനായിട്ട് ആവശ്യപ്പെടുന്ന മഹാവിഷ്ണുവാണ്, പക്ഷെ ബ്രഹ്മാവാണ് പറയുന്നത്. പക്ഷെ തനിക്ക് ഒട്ടും ഇഷ്ടമില്ല, നുണ പറയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ മനസ്സോടെ ഈ ബ്രഹ്മാവ് ചോദിക്കുമ്പോൾ പറയാതിരിക്കാനും വയ്യ. എന്താ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്തായാലും വേണ്ടില്ല, പറഞ്ഞേക്കാം എന്ന് കരുതി ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. നിസ്സഹായ അവസ്ഥയിൽ അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അവിടെ മഹാവിഷ്ണു അവിടെ ഇരിക്കുന്നുണ്ട്.
മഹാവിഷ്ണു വലിയ ക്ഷീണിതനായിട്ട് അവശനായിട്ടൊരു ജാള്യതയോട് കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. നാണം കെട്ട പോലെയാണ് ഇരിക്കുന്നത്. കാരണം അറ്റം കാണാൻ പോയിട്ട് ഒന്നും കണ്ടില്ല എന്നുള്ളൊരു ഭാവത്തിലാണ് ഇരിക്കുന്നത്. ബ്രഹ്മാവ് എന്താ ചെയ്യുന്നത്? വലിയ കേമനായിട്ട് നെഞ്ഞൊക്കെ വിരിച്ചത് ഞാനാരാ മോൻ എന്നുള്ള ഭാവത്തിലാണ് വരുന്നത്. ഞാനേ മഹാദേവന്റെ അറ്റം കണ്ടു വരുന്ന ആളാണ്, എന്നെ പോലെ കേമൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഭാവത്തിൽ നെഞ്ഞ് വിരിച്ചിട്ടാണ് വരുന്നത്. വലിയ ധാർഷ്ട്യ ഭാവത്തിലാണ് വരുന്നത്. മറ്റാളെയൊക്കെ നോക്കുമ്പോൾ ഞാനിപ്പോൾ നോക്കേണ്ട ആവശ്യമുണ്ടോ, എൻ്റെ മുന്നിൽ ഇവനൊക്കെ ആരാ, എന്നെ പോലെ നമുക്കൊക്കെയും തോന്നുന്ന ഒരു ഭാവം. നമുക്ക് സമ്പത്ത്, ഐശ്വര്യം, ധനം, പദവി, ബന്ധുമിത്രാദികൾ ഇതൊക്കെ വരുമ്പോൾ അത്രയൊന്നും ഇല്ലാത്ത ആളുകളെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന ഭാവം നമുക്ക് പറ്റിയ ആൾക്കാരല്ല ഇവരൊന്ന്, അവരോട് സംസാരിക്കണം, അവരോട് മിണ്ടണം, വേണ്ട കുറച്ചും കൂടി കഴിയട്ടെ, എൻ്റെ ഒക്കെ എത്തട്ടെ, ആ സമയത്തൊക്കെ ആവാം, എൻ്റെ പദവിയിലേക്കൊക്കെ ഉയരുന്ന സമയത്താവാം, അവരോടൊക്കെ ഒന്ന് മിണ്ടുക, സംസാരിക്കുക വേണം. അങ്ങനെയൊക്കെയുള്ള ഒരു ഭാവം പലരിലും നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്ന ഒരു ഭാവം. അതേപോലെ ബ്രഹ്മാവും എന്ത് ചെയ്തു? ഇപ്പം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മഹാദേവൻ ചോദിച്ചു, എന്തായി? രണ്ടുപേരും പോയി വന്നിട്ട് എന്താ കാര്യം അറിയിക്കൂ എന്ന് പറഞ്ഞു. മഹാവിഷ്ണു സത്യാവസ്ഥ സമ്മതിച്ചു, എനിക്ക് ആരെയും കാണാൻ സാധിച്ചില്ല, ഞാനിതാ തിരിച്ചു വന്നവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ പോയി കണ്ടു, ഞാൻ നേരെ ചെന്ന് മഹാദേവന്റെ ശിരസ് കണ്ടിട്ടാണ് വരുന്നത്, യാതൊരു സംശയവുമില്ല, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, തൊട്ടപ്പുറത്ത് കൈതപ്പൂവ് നിൽക്കുന്നത്, ചോദിച്ചോളൂ, എൻ്റെ സാക്ഷി അവിടെ നിൽക്കണോ, അദ്ദേഹത്തോട് ചോദിച്ചോളൂ, അദ്ദേഹം കണ്ടതാണ് ഞാൻ അവിടെ പോയി കണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, അത് ശരി, അപ്പം അങ്ങനെയാണ് കാര്യം. ഇതെല്ലാം അറിയുന്ന കാരണം പ്രപഞ്ചത്തിൽ ഒരു ഇല പോലും അനങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ നുണ പറഞ്ഞിട്ടും കാര്യമില്ല, എന്തൊക്കെ കള്ളത്തരം കാണിച്ചിട്ടും കാര്യമില്ല. നമ്മുടെയേക്കാൾ മുകളിൽ നമ്മളെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ ആരാണോ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് പറഞ്ഞയച്ചിരിക്കുന്നത് ആ ആളോളം വലിയവനായിട്ട് ആരും ഇല്ല എന്നുള്ള ചിന്ത നമ്മളിൽ പലരും മറന്നു പോവുകയാണ്. ആ ഒരു മറവിയാണ് ഇവിടെ ബ്രഹ്മാവിന് സംഭവിക്കുന്നത്. ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാദേവൻ എന്താ ചെയ്തതെന്നറിയോ? ഏത് ശിരസ്സുകൊണ്ടാ പറഞ്ഞത് നോക്കട്ടെ. കാരണം 5 ശിരസ്സുണ്ടല്ലോ ബ്രഹ്മാവിന്. അങ്ങനെയാണ് 4 ഭാഗത്തേക്കും 4 ശിരസ്സും അതുപോലെ മുകളിലേക്ക് ഒരു ശിരസ്സും, അങ്ങനെ 5 ശിരസ്സുള്ളവനായിരുന്നു ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവിന് മനസ്സിലായി ഏത് ശിരസ്സോടാണ് പറഞ്ഞത്. മനസ്സിലായപ്പോൾ ആ തല കണ്ടത് എല്ലാം നുള്ളിയിട്ട് വല്ല പൂക്കളും നുണ്ണ പോലെ നുള്ളിയിട്ട് അപ്പുറത്തേക്കാണ് മാറ്റി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി അടുത്തതാരാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കള്ളസാക്ഷി പറഞ്ഞ ആൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആ നുണ പറഞ്ഞ ശിരസ്സാണ് പിഴുതകട് മാറ്റി വെച്ചത്. അതിനുശേഷം ആ കൈതപ്പൂവിനെ വെച്ചിട്ട് അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, അത്രയും സുഗന്ധ പുഷ്പമാണ് കൈതപ്പൂവ്. അതുവരെ മഹാദേവന്റെ മൗലിയിലിരിക്കാൻ യോഗ്യതയുള്ള പുഷ്പമായിരുന്നു അത്രേ കൈതപ്പൂവ്. അത്രയും പുണ്യ പുഷ്പമായിരുന്ന, സുഗന്ധ പുഷ്പമായിരുന്ന കൈതപ്പൂവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ നിന്റെ വംശത്തിൽപ്പെട്ട ഒരാൾക്കും എന്നെ പൂജിക്കാനോ അല്ലെങ്കിൽ എന്നെ മാത്രമല്ല ഒരു ഭഗവാനെയും ഒരു ദേവി ദേവന്മാരെയും പൂജിക്കാൻ പര്യാപ്തമായ രീതിയിൽ നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. ഇന്നു മുതൽക്ക് കാരണം നുണ പറഞ്ഞത് കാരണം നിന്റെ ആ അവസ്ഥ, നിന്റെ ആ ശിക്ഷ ഇതോടുകൂടി ഇതാണ് നൽകുകയാണ് പറഞ്ഞിട്ട് ആ പൂവിനെ അവിടുന്ന് ഭ്രഷ്ട് കൽപ്പിച്ചു എന്നാണ്. അന്ന് മുതൽക്ക് ഇന്ന് വരെ ഒരു ക്ഷേത്രത്തിലും ഈ കൈതപ്പൂവിന് എത്ര സുഗന്ധം ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര നന്മ ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര വലിയവനായിട്ടും കാര്യമില്ല, ഒരു ചെറിയൊരു കളങ്കം പറ്റിക്കഴിഞ്ഞാൽ കാലാകാലം അത് നമ്മളെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഈ കഥയൊക്കെ പിന്നെ ഇത് ഏതോ യുഗത്തിൽ നടന്നൊരു കാര്യം, ബ്രഹ്മാവും വിഷ്ണു ശിവനൊക്കെ പറഞ്ഞേന്ന കഥ, ഇതിലിപ്പോൾ നമുക്ക് എന്താ ഒരു വായന, നമുക്കപ്പോൾ എന്താ അതൊക്കെ കേൾക്കേണ്ട ആവശ്യം? അതാണോ അപ്പോൾ ഉള്ള വിഷയം? ഇത് പണ്ട് പുരാണത്തിൽ പറഞ്ഞ ഏതോ ഒരു കഥ, ഇതിപ്പോൾ നമ്മൾക്കിപ്പോൾ എന്താ കേൾക്കേണ്ട കാര്യം നമ്മൾ വിചാരിക്കും. പക്ഷെ ഇത് നമ്മുടെ ബ്രഹ്മാവിൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ കഥയല്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തൽ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഥകളിലൂടെ ഓരോ ആശയങ്ങൾ നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ നുണ പറഞ്ഞു എന്നുള്ള ഇതിന്റെ പേരിൽ ആ ശിരസ് അങ്ങനെ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ് ബ്രഹ്മാവ്? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടികർത്താവാണ് ബ്രഹ്മാവ്. എന്നിട്ട് ആ ബ്രഹ്മാവിന് പോലും ചെറിയൊരു തെറ്റുപറ്റി, അതായത് അസത്യം പറഞ്ഞു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയ മഹാദേവൻ ആ അസത്യം പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ, സത്യലംഘനം ചെയ്തു എന്നുള്ള പേരിൽ ആ ശിരസ് തന്നെ, ഏത് നാവുകൊണ്ടാണോ ഏത് ശിരസ്സുകൊണ്ടാണോ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ആ ശിരസ് തന്നെ അത് മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മളൊക്കെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടതിനും വേണ്ടാത്തതിനും എത്രത്തോളം നുണകൾ നമ്മൾ ഇത്രയും കാലം കൊണ്ട് പറഞ്ഞു തീർത്തിട്ടുണ്ടാവാം. അപ്പൊ നമുക്കൊക്കെ ഒരു ശിരസേ ഉള്ളൂ, ഒരു നാവേ ഉള്ളൂ, യാതൊരു നിവൃത്തിയില്ല. ഭഗവാൻ തന്ന സ്ഥിതിക്ക് ജീവിത അവസാനം വരെ നമുക്ക് നമ്മുടെ ശരീരം ഇങ്ങനെ കൊണ്ടുപോവേ നിവൃത്തിയുള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതുപോലെ ആ ബ്രഹ്മാവിന്റെ ശിരസ് ഉള്ളിക്കളഞ്ഞതുപോലെ അല്ലെങ്കിൽ കൈതപ്പൂവിനെ ആ പൂജാ പുഷ്പങ്ങളിൽ നിന്ന്
മാറ്റിവെച്ചതുപോലെ കള്ളസാക്ഷി പറഞ്ഞവനാരോ അവനും ഇതേപോലെ കുറ്റവാളിയാണ്, ശിക്ഷ ലഭിക്കേണ്ടതാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നുണ പറയാൻ പാടില്ല. മഹാദേവനായ ബ്രഹ്മാവായാൽ പോലും എത്ര വലിയവനായാൽ പോലും സത്യം, ധർമ്മം, നീതി എന്നുള്ള കാര്യങ്ങൾ വിട്ടു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അനർത്ഥമായിട്ട് വരും എന്നുള്ളതാണ് നമ്മൾ ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് വേറൊന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ഇതിഹാസങ്ങള് പുരാണങ്ങളൊക്കെ ധാരാളം കഥകളും ഉപകഥകളും ഒക്കെ ഉണ്ട്. ഇത് മുഴുവൻ നമ്മുടെ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അതായത് ഇതിഹാസങ്ങൾ മഹാഭാരതത്തിലാണെങ്കിൽ പഞ്ചപാണ്ഡവന്മാരുടെ കഥ, അല്ലെങ്കിൽ കൗരവ പാണ്ഡവ യുദ്ധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള്, രാമായണത്തിലാണെങ്കിൽ രാമരാവണ യുദ്ധം, ഇതൊക്കെ ഓരോ ഭാഗത്തും നമുക്ക് വിവരിച്ചു തരുന്നത് തിന്മയുടെ നാശവും നന്മയുടെ അതായത് ഊർധ്വഭാവം മുകളിലേക്കുള്ള ഗതിയും, സത്യം, ധർമ്മം, നീതി ഇതിൽ മാത്രമാണ് ലോകത്തിൽ വിജയിക്കുള്ളൂ. അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് വേണ്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ കഥകളിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ 18 പുരാണങ്ങളിൽ ശിവപുരാണം 4ാമത്തെ പുരാണമായിട്ടാണ് കണക്കാക്കുന്നത്. വായുപുരാണം എന്നൊരു പേര് കൂടി ഈ ശിവപുരാണത്തിന് പറയുന്നത്. അപ്പോൾ ശിവപുരാണത്തിൽ വേറൊരു കഥ പറയുന്നത്, അതായത് ദേവാസുര യുദ്ധം നടന്ന കാലത്ത് അവിടെ വാസുകി പാലാഴി കടയുന്ന സമയത്ത് വാസുകി എന്ന സർപ്പത്തിന് പാലാഴി കടയുന്ന സമയത്ത് ധാരാളം അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ആ പാൽക്കടലിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു, പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ മോശമായിട്ടുള്ള വസ്തുക്കളും വന്നിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഈ വാസുകിയുടെ കാളകൂട വിഷം പുറത്തേക്ക് വഹിക്കാനായിട്ട് വന്നു. ആ സമയത്ത് മഹാദേവൻ ആ വിഷം കയ്യിൽ വാങ്ങിയെന്നും അങ്ങനെ പാനം ചെയ്ത് കുടിച്ചു എന്നുമാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു കഥ, നമുക്ക് അങ്ങനെ മനസ്സിലാക്കേണ്ട കഥ. പക്ഷെ ആ കഥയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കണം മഹാദേവൻ വിഷം കുടിച്ചു, അതിപ്പോൾ നമുക്ക് എന്താണെന്നുള്ള ചിന്തയല്ല. കാരണം നമ്മൾ ഓരോരുത്തരും നിത്യേന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക് ഇതിലൂടെയൊക്കെ നമ്മൾ ധാരാളം വിഷം സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായിട്ട് കാണേണ്ടതും കേൾക്കേണ്ടാത്തതും കാണാൻ പാടില്ലാത്തതുമായിട്ടുള്ള ധാരാളം കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയിൽ. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിലേക്ക് ഇതൊക്കെ അടിഞ്ഞുകൂടിയിട്ട് മനസ്സിൽ ധാരാളം മാലിന്യങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ മാലിന്യങ്ങളെയാണ് നമ്മൾ വിഷം എന്ന് പറഞ്ഞത്. അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം തുടങ്ങിയിട്ടുള്ള പല ചിന്തകളിലൂടെയാണ് ആ വിഷം നമ്മൾ സംഭരിച്ച് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മളത് വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെ പുറത്തേക്ക് വിടുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക്, നമ്മുടെ സഹജീവികൾക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അത് ദോഷമായിട്ട് ഭവിക്കും. അതാണ് ഇവിടെ വിഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കാളകൂട വിഷം മഹാദേവൻ കുടിച്ചു എന്നതുകൊണ്ട് ആ വിഷം പുറത്തേക്ക്, നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെ പുറത്തേക്ക് വിടുമ്പോൾ അത് സമൂഹത്തിനും നമ്മുടെ സമുദായത്തിനും സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും ദോഷം ഭവിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അകത്തേക്ക് കഴിച്ചാൽ വിഷം എന്നത് അത് അകത്ത് ഇതാക്കി വെക്കേണ്ടതല്ല, നിർവീര്യമാക്കപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് അത് നിർവീര്യമാക്കുക? മനസ്സിലുള്ള മനോമാലിന്യങ്ങളെ ഇല്ലാതാക്കാനായിട്ടാണ് നമ്മൾ ഇതേപോലെ നാമജപം, കീർത്തനം, പാരായണം, സത്സംഗങ്ങള്, ക്ഷേത്ര ദർശനം, പുണ്യക്ഷേത്ര ദർശനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഓരോ ജീവനും ഓരോ ലക്ഷ്യമുണ്ട്. ഒരു ലക്ഷ്യമില്ലാതെ നമ്മുടെ ഭൂമിയിൽ ഭഗവാൻ സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയായിട്ടുള്ള ബ്രഹ്മാ വിഷ്ണു മഹേശ്വരൻ, ബ്രഹ്മാവ് സൃഷ്ടികർത്താവ്, അതുപോലെ വിഷ്ണു ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ മഹാദേവൻ നമ്മുടെ സംഹാരമൂർത്തിയായിട്ടുള്ള ഈ സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയായിട്ടുള്ള മഹാദേവനും അതുപോലെ ബ്രഹ്മാവും വിഷ്ണു ഭഗവാനും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഈ തരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഓരോ കഥകളിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അത് നമുക്കറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നേടുക, നല്ല ജോലി സമ്പാദിക്കുക, ഉയർന്ന ശമ്പളം വാങ്ങുക, നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ നല്ല നിലയിൽ എത്തിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ സാധാരണ ഭൗതിക ലക്ഷ്യം അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള ജീവിതത്തിലെ ലക്ഷ്യം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നാണയത്തിൻ്റെ 2 വശങ്ങളെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ നമുക്കിതെല്ലാം വേണ്ടത് തന്നെയാണ്. അതായത് വിദ്യാഭ്യാസം വേണം, ധനം വേണം, ഐശ്വര്യം വേണം, ബന്ധുമിത്രാദികൾ വേണം, കുടുംബാംഗങ്ങൾ വേണം. ഇതൊന്നും വേണ്ട എന്ന് പറയുന്നത് കാരണം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അത്
അതൊക്കെ വേണ്ടോളം ആസ്വദിക്കാനും ആവോളം എടുക്കാനും വേണ്ടിയിട്ടാണ് പ്രകൃതിയിൽ നമുക്ക് ഇതൊക്കെ അനുവദിച്ച് തന്നിരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഓരോ മാസത്തിലും നമുക്ക് ഈശ്വരീയമായ കാര്യങ്ങളെപ്പറ്റി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിനങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള ഈ പുണ്യക്ഷേത്ര ദർശനം ഇന്നത്തെ ദിവസം, അതായത് ഈ മഹാശിവരാത്രി ദിവസം നമ്മൾ ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ദർശനം, കൂവളത്തില കൊണ്ട് ഭഗവാന് അർച്ചനം, അതുപോലെ കീർത്തനം, നാമജപം, ഇതൊക്കെ ഏറ്റവും പുണ്യദായകമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇളനീരഭിഷേകം, ധാര തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളിവിടെ ശിവലിംഗത്തെ പറ്റി എന്താണ് ശിവലിംഗം അത് നേരത്തെ പറയാൻ വിട്ടുപോയി. അങ്ങനെ മഹാദേവൻ മഹാവിഷ്ണുവിൻ്റെയും അതുപോലെ ബ്രഹ്മാവിൻ്റെയും ഇടയിൽ വലിയൊരു അഗ്നിഗോളമായിട്ട് അഗ്നിസ്ഫുലിംഗമായിട്ടാണ് നമ്മൾ മുതൽ പറഞ്ഞത്. അപ്പൊ രണ്ടുപേരും കൂടി ഈ തർക്കം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടിയിട്ട് ആ മഹാദേവനെ ആവോളം സ്തുതിക്കുകയാണ്. കീർത്തനങ്ങളും നാമങ്ങളും പഞ്ചാക്ഷര മന്ത്രമൊക്കെ ചൊല്ലി സ്തുതിക്കുന്ന സമയത്ത് ആ സ്തംഭം, ആകാശം മുഴുവൻ അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ സ്തംഭം വളരെ വളരെ ചെറുതായിട്ട് ചെറിയൊരു അഗ്നിസ്ഫുലിംഗമായിട്ട് രണ്ടുപേരുടെയും നടുവിലടമായി വരുന്നു. അതാണ് ശിവലിംഗമായിട്ട് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. വളരെ ഏറ്റവും ചെറിയ ഊർജ സ്രോതസ്, ഏറ്റവും ഊർജം പ്രദാനം ചെയ്യുന്ന ശിവലിംഗമായിട്ട് ആ ബ്രഹ്മാവിൻ്റെയും വിഷ്ണു ഭഗവാന്റെയും മധ്യത്തിലായിട്ടാണ് നിന്ന് തേജോപുഞ്ചമായിട്ട്. അതാണ് ഇന്ന് നാം കാണുന്ന ശിവലിംഗം. ഇത് തിരുവണ്ണാമല ക്ഷേത്രത്തിലാണ് ആ ശിവലിംഗം ഇന്ന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാമേശ്വരം ക്ഷേത്രത്തില് ഈ രാവണവധം രാവണനും കൂടി യുദ്ധം ചെയ്ത് രാവണവധം കഴിഞ്ഞതിന് ശേഷം സീതാദേവിക്ക് ഒരു വിഷമം, അതായത് ബ്രഹ്മഹത്യാഭാവം, രാവണനെ കൊന്നതിന്റെ ഭാവം ശ്രീരാമനെ ഏൽക്കരുത് എന്ന് കരുതിയിട്ട് സീതാദേവി ഒരു പ്രാർത്ഥന, അതായത് രാമേശ്വരം ക്ഷേത്രത്തിൽ ചെന്നിട്ട് മഹാദേവനോട് ഭജിക്കണം. അതുകൊണ്ട് തൻ്റെ ഭർത്താവിനുണ്ടായിട്ടുള്ള എല്ലാ പാപങ്ങളും ഇല്ലാതെയാവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്ന് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ശ്രീരാമനും സീതാദേവിയുടെ രാമേശ്വരം ക്ഷേത്രത്തിലെത്തി മഹാദേവനെ സ്തുതിക്കാനായിട്ട് പൂജിച്ച് അഭിഷേകമൊക്കെ ചെയ്ത് ചെയ്യാനായിട്ട് മുഹൂർത്തം നോക്കിയിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് ഹനുമാൻ ശിവലിംഗം കൊണ്ടുവരാനായിട്ട് കൈലാസത്തിലേക്ക് പോയി. അപ്പോൾ കൈലാസത്തിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ചു, ആകാശമാകെ സഞ്ചരിച്ച് ശിവലിംഗം കൊണ്ടുവരുന്നതിനായിട്ട് രണ്ടുപേരും കാത്തിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് മുഹൂർത്ത സമയം തെറ്റിത്തുടങ്ങുകയാണ്. സീതാദേവിക്ക് ഇങ്ങനെ പരിഭ്രമായി, അയ്യോ ഈ പ്രതിഷ്ഠ ചെയ്ത് നമുക്ക് പൂജ ചെയ്യേണ്ട സമയമായിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, മുഹൂർത്തം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞ ഏതായാലും നമുക്ക് ആ മുഹൂർത്ത സമയം എത്തിച്ചിട്ട് വേഗം ആ സമയം വേണ്ടപ്പോൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണത്. ഉചിതമായ സമയത്ത് ഉചിതമായ കാര്യം വേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഫലം കൃത്യമായിട്ട് ലഭിക്കുകയില്ല. ഓരോ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അതുപോലെ എന്ത് ചെയ്യുന്ന വിചാരിച്ചാൽ സീതാദേവിയെ ചെയ്തു എന്നറിയോ, പെട്ടെന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് ചെറിയൊരു ശിവലിംഗം ഉണ്ടാക്കിയിട്ട് അവിടെ സ്ഥാപിച്ചു. എന്നിട്ട് അതിൽ അഭിഷേകം, ജലം കൊണ്ടും പാല് കൊണ്ടും അഭിഷേകം ചെയ്ത് കൂവളത്തിലേക്ക് സമർപ്പിച്ച് നാമജപം പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിച്ച് ശ്രീരാമൻ സീതാദേവിയുടെ ശിവലിംഗം ഉണ്ടാക്കിയത് ശ്രീരാമന് വേണ്ടിയിട്ടാണ്. അപ്പൊ ശ്രീരാമൻ അതിന് പൂജയൊക്കെ ചെയ്തു. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങനെ നാമജപം വയ്ക്കുമ്പോൾ ഹനുമാൻ ഈ ശിവലിംഗമായിട്ട് വരുന്നു. രണ്ട് ശിവലിംഗങ്ങളായിട്ട്, അതായത് അത്രയും കൃഷ്ണശിലയോട് കൂടിയിട്ട് വലിയ രണ്ട് ശിവലിംഗങ്ങളായിട്ട് ഹനുമാൻ അവിടെ എത്തി. ഹനുമാൻ അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ ബിംബപ്രതിഷ്ഠയൊക്കെ കണ്ട് പൂജയും കഴിയുന്നില്ല. അപ്പൊ ഹനുമാന് തോന്നി, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വല്ലാത്തൊരു കഷ്ടമായില്ലോ, ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ ശിവലിംഗം കൊണ്ടുവന്നിട്ട് ഇത് വേണ്ട സമയത്ത് ഉപകരിച്ചില്ലല്ലോ എന്നുള്ള സങ്കടത്തോട് കൂടിയിട്ട് ഹനുമാൻ അങ്ങനെ നിൽക്കണം. അപ്പൊ ആ സമയത്ത് ഹനുമാന്റെ ആ വിഷമം കണ്ടപ്പോൾ ശ്രീരാമൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഏതായാലും സീതാദേവി ഉണ്ടാക്കിയ ശിവലിംഗല്ലേ, അത് ഹനുമാനെ അത്ര വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങടെ ഇടയ്ക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഹനുമാൻ കൊണ്ടുവന്ന വിഗ്രഹം പ്രതിഷ്ഠിച്ചോടാനായിട്ട് പറയുകയാണ്. ഹനുമാനോട് പറഞ്ഞതാണ്. അപ്പോൾ ഹനുമാൻ പേര് എന്ത് ചെയ്തു, ശരി ഇത് അങ്ങനെയാവാം എന്ന് വിചാരിച്ച ശിവലിംഗത്തിൽ നിന്ന് നിർമ്മിച്ചതിന് ശേഷം തൻ്റെ വാല് കൊണ്ട് ചെറുതാകെ ചുഴറ്റിയിട്ട് അതുകൊണ്ട് മാറ്റി വെക്കാൻ നോക്കി. ചെറിയൊരു ശിവലിംഗം അതുകൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി മാറ്റിയിട്ട് അത് നീക്കി വെക്കാൻ വെച്ച് വാലോട് ചുഴറ്റി നോക്കി. അപ്പം അനങ്ങണില്ല. അപ്പം വീണ്ടും തോന്നിയേ ഇത് എന്താ അനങ്ങാത്തത്, എന്തായാലും ഹനുമാനോളം ശക്തി ഭൂമിയിൽ ഒരാളൊന്നും ഇല്ല. കാരണം 100 യോജന നീളമുള്ള സമുദ്രം ചാടിക്കടന്ന
അതുപോലെ പർവ്വതങ്ങളെ പോലും കയ്യിൽ ആ മരുന്ന് കൊണ്ടുവരുന്ന സമയത്ത് പർവ്വതങ്ങളെ പോലും പർവ്വത ശിഖരങ്ങളെ പോലും കയ്യിൽ എടുത്തുകൊണ്ടുവന്ന മഹത് വ്യക്തിയാണ്. അത്രയും പ്രബല ശക്തിയുള്ള ആളാണ്. ഹനുമാനെ പോലെ ശക്തി ആർക്കുമില്ല. അങ്ങനെയുള്ള ഹനുമാന് പോലും ആ ശിവലിംഗം, ചെറിയ ശിവലിംഗം ചുഴറ്റിയിട്ട് 2-3 ചുറ്റു ചുറ്റിയിട്ടും എടുത്ത് മാറ്റി വെക്കാൻ ഹനുമാന് സാധിക്കുന്നില്ല. അപ്പൊ ഇത് കണ്ടപ്പോ പറഞ്ഞു, ശ്രീരാമൻ പറഞ്ഞു, എനിക്കൊരു കാര്യം ചെയ്യാം, അത് ഇളകുന്നില്ലല്ലോ. അപ്പോൾ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം 2 തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് പ്രതിഷ്ഠിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സീതാദേവി പ്രതിഷ്ഠിച്ച ശിവലിംഗം ഇന്നും രാമേശ്വരം ക്ഷേത്രത്തിലുണ്ട്. ഇന്നും അതിന് ഏകദേശം ഒരു 6000-7000 അല്ലെങ്കിൽ 8000 ലിറ്ററോളം പാലും അതുപോലെ വെള്ളവും ജലം അഭിഷേകം ചെയ്ത് പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അന്നത്തെ ആ കുഞ്ഞു ശിവലിംഗം ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ മനസ്സർപ്പിച്ച മഹാദേവനെ ഭജിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമാകും. അതായത് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സങ്കല്പമാണ്, നമ്മുടെ മനസ്സിലുള്ള ആ ഭക്തി, അർപ്പണ മനോഭാവമാണ് വേണ്ടത്. സീതാദേവിയുടെ ആ സങ്കല്പം, ഭഗവാനോടുള്ള ആ തൻ്റെ ഭർത്താവിനേറ്റ മഹാപാതകം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് എത്രത്തോളം ശക്തിമത്തായിട്ടാണ് സീതാദേവി ഭഗവാനോട് അപേക്ഷിച്ചത് എന്നുള്ളത് മഹാദേവൻ ശരിക്കും കേട്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ആ ഉറച്ച ഭക്തിയുടെ പ്രതീകമായിട്ടാണ് ആ കുഞ്ഞു ശിവലിംഗം അവിടെ നിലക്കാൻ സാധിക്കാതിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ശിവലിംഗത്തിന് പാർത്ഥിവ ശിവലിംഗം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലും ചെയ്യാവുന്ന കാര്യമാണ്. കാരണം നമുക്ക് ഓണത്തിന് നമ്മൾ മണ്ണ് കൊണ്ട് തൃക്കാക്കരപ്പന ഉണ്ടാക്കാറുണ്ടല്ലേ. മുമ്പൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാക്കിയത്. ഇപ്പൊ അത് പതിവില്ല, മരം കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും മണ്ണ് പൂജി കൊണ്ട് വെക്കാറുണ്ട്. പണ്ടൊക്കെ മണ്ണ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അതുപോലെ മണ്ണ് കൊണ്ട് കുഞ്ഞു ശിവലിംഗം ഉണ്ടാക്കിയിട്ട് നമുക്കും വീട്ടിൽ ഇതേപോലെ ശിവരാത്രി ദിവസം പാലഭിഷേകം അതുപോലെ ജലം കൊണ്ടുള്ള അഭിഷേകമൊക്കെ ചെയ്ത് കൂവളത്തിലേക്ക് സമർപ്പിച്ച് ഭഗവാനെ മഹാദേവനെ പൂജിക്കുന്നത് അത്രയും അത്യുത്തമമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ പാദങ്ങൾ പൂർവജന്മാർജിതമായിട്ടുള്ള മഹാപാപങ്ങളെ പോലും ഇല്ലാതാക്കുന്നതാണ് ഈ ശിവലിംഗ അർച്ചന. അതുപോലെ കൂവളത്തിലെ പോലുള്ള അർച്ചന, പാലഭിഷേകം, ജലം കൊണ്ടുള്ള അഭിഷേകം, നെയ്യഭിഷേകം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത്രയും അത്യുത്തമമാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മഹാദേവന്റെ രൂപം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശിരസ്സില് ചന്ദ്രക്കല. എന്താണ് ഈ ചന്ദ്രക്കലയുടെ പ്രതീകം എന്ന് നമുക്ക് നോക്കാം. അതായത് നേരത്തെ പറഞ്ഞു 16 കലകളോട് കൂടിയിട്ടുള്ള പൂർണ്ണചന്ദ്രൻ. ഇന്നത്തെ ദിവസം പൗർണമി, തിരുവോണം നക്ഷത്രം, 16 കലകളും പൂർണ്ണമായിട്ട് ജ്വലിച്ച് ചൈതന്യവത്തായിട്ട് നിൽക്കുന്ന ദിവസമാണ് പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ പൗർണമി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ദിവസമാണ് ശരിക്കും കൃതയുഗത്തിന്റെ പ്രതീകമായി നമ്മൾ കണക്കാക്കുന്നത്. സത്യയുഗം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹർഷി ഈശ്വരന്മാര് സത്യം മാത്രം പറയുകയും അറിവ് നേടുവാനായിട്ട് തപസ് ചെയ്യുകയും ചെയ്തിരുന്ന കാലഘട്ടം. അപ്പൊ ആ കാലഘട്ടത്തിന് ശേഷം ആ സത്യയുഗത്തിൽ നിന്നും പിന്നീട് ത്രേതായുഗത്തിലേക്ക് എത്തിയപ്പോഴേക്കും ആ പൂർണ്ണചന്ദ്രന്റെ കലകൾ കുറേശ്ശെയായിട്ട് നഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഏകദേശം ഒരു 3/4 ഭാഗം ഇരുണ്ട നിറവും കുറച്ച് മാത്രം പ്രകാശം ആ ഒരു അവസ്ഥയിലാണ് അത്രേ കാണപ്പെട്ടത്. പിന്നീട് ദ്വാപരയുഗത്തിലെ കാരണം എന്താ വെച്ചാൽ ചക്രവർത്തിമാര്, രാജാക്കന്മാര്, രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത, അവർ തമ്മിലുള്ള വടംവലികള്, കുടുംബം, ബുദ്ധിമുട്ടുള്ള പ്രാരബ്ധങ്ങളൊക്കെ വന്നു തുടങ്ങി. സത്യയുഗത്തിൽ ഇതൊന്നുമില്ല. അവരെ തപസ് ചെയ്യുക മാത്രമാണ്. അവർക്ക് വീടില്ല, കുടുംബമില്ല, പ്രാരബ്ധ കർമ്മങ്ങളില്ല. അവര് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആശയപ്രകാരമാണ് തങ്ങൾ നേടുന്ന അറിവ് മുഴുവൻ വരും തലമുറയിലേക്ക് ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് ഉണ്ടായിരുന്നത്. മനസ്സിൽ യാതൊരു കളങ്കവും ഇല്ലാത്തതായിരുന്നു മഹർഷീശ്വരൻ. അതുകൊണ്ടാണ് സത്യയുഗത്തിലെ പൂർണ്ണചന്ദ്രൻ ചൈതന്യവത്തായിട്ടായിരുന്നു ഇരുന്നത് എന്നത് അതിൻ്റെ ഒരു പ്രതീകം. നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ് ചന്ദ്രൻ എന്നാണ് പറയുന്നത്. ചന്ദ്രന് എത്രത്തോളം ശോഷണം സംഭവിക്കുന്നുവോ അതേപോലെ തന്നെയാണ് അത്രേ നമ്മുടെ മനസ്സിന് കളങ്കം വരുമ്പോൾ നമ്മുടെ മനസ്സിലും ഇതേപോലെ മനോമാലിന്യങ്ങൾ വന്നു ചേരുമ്പോൾ ആ പൂർണ്ണചന്ദ്രന്റെ കളങ്കം എപ്രകാരമാണോ ഇല്ലാതെയാകുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് കളങ്കങ്ങൾ വന്നിട്ട് നിറയുമ്പോൾ ഈശ്വര ചൈതന്യം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. അതായത് ശുദ്ധമായിട്ടുള്ള മനസ്സിൽ മാത്രമാണ് ഈശ്വരൻ കുടിയിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചൈതന്യം നിലനിൽക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ ഫലമായിട്ട് ത്രേതായുഗത്തിലേക്ക് വന്നപ്പോഴേക്കും രാജാക്കന്മാര്, ചക്രവർത്തിമാര്, ഇവരുടെയൊക്കെ മനസ്സിന് കുറേശ്ശെയൊക്കെ ഞാനാണോ വലുത്, നീയാണോ വലുത്, അല്ലെങ്കിൽ രാജ്യം പിടിച്ചടക്കുക തുടങ്ങിയിട്ടുള്ള അധികാര മോഹങ്ങളൊക്കെ വന്നു തുടങ്ങി.
വന്നപ്പോൾ എന്തുണ്ടായി? ആ മനസ്സിൽ മാലിന്യങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ കുറച്ച് ഭാഗം അതിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്തായി? 3/4 ഭാഗത്തോളം പൂർണ്ണചന്ദ്രന്റെ പകുതി 3/4 ഭാഗം ചൈതന്യവത്തായിട്ടും 1/4 ഭാഗം ഇരുണ്ടതായിട്ടും കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോഴേക്കും പകുതിയായി എന്നാണ് പറയുന്നത്. ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോഴേക്കും കുറച്ചും കൂടി അധികാരമോഹങ്ങളും തർക്കങ്ങളും വടംവലികളും ശത്രുതാമനോഭാവങ്ങളൊക്കെ കൂടി മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങൾ കൂടുതലാവാൻ തുടങ്ങി. അതുപോലെ തന്നെ സമൂഹത്തിലും അത്തരത്തിലുള്ള പ്രവൃത്തികൾ നടമാടാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? പകുതിയായിട്ട്, അതായത് അർദ്ധചന്ദ്രനായിട്ട് ശോഭിച്ചു നൽകുകയും പകുതി ഭാഗം കറുത്തിരിച്ചുകൊണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ കലിയുഗത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഇരുണ്ട നിറം 3/4 ഭാഗം എന്ന് പറഞ്ഞ പോലെ കലിയുഗത്തിന്റെ പ്രതീകമാണ് ഭഗവാന്റെ ശിരസിലെ ആ ചന്ദ്രക്കല എന്നുള്ളത്. 3/4 ഭാഗം ഇരുണ്ട നിറമായിട്ടും 1/4 ഭാഗം മാത്രം തേജസ്സോടുകൂടി ശോഭയോടുകൂടി ഇരിക്കുന്ന ആ ചന്ദ്രനിൽ നിന്ന് നമുക്ക് എവിടേക്കാണ് എത്തിപ്പെടേണ്ടത്? അതായത് ഹൃദയയുഗത്തിലേക്ക്. ഇപ്പോഴും ഒരു സർക്കിളാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവല്ലേ. ഓരോ ആഴ്ച കഴിയുമ്പോഴും ഞായറാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വരുന്ന എന്താ? ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ മാസങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. മേടം മിഥുനം കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞാൽ മീനമാസം കഴിഞ്ഞാൽ വീണ്ടും മേടമാസം ആരംഭിക്കുന്നു. ഇംഗ്ലീഷ് മാസങ്ങളായാലും അങ്ങനെ തന്നെ. ഡിസംബർ മാസം കഴിഞ്ഞാൽ വീണ്ടും ജനുവരി വന്നു തുടങ്ങുന്നു. നാളുകളായാലും അങ്ങനെ തന്നെ. ഇതൊക്കെ ഒരു സർക്കിളിന്റെ ഉള്ളിലാണ്. ഇതേപോലെ തന്നെയാണ് പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ. നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നത് ഒരു സർക്കിളാണ് അല്ലേ? നമ്മളെ ചുറ്റി വീണ്ടും നമ്മൾ പ്രദക്ഷിണം വെക്കുകയാണ്. ഇതേപോലെ പ്രപഞ്ചത്തിലെ കാര്യങ്ങളും ഇതേപോലെ തന്നെയാണ്. ഹൃദയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിഞ്ഞാൽ വീണ്ടും കലിയുഗമാണ് വരാൻ പോകുന്നത് എന്നാണ് കൃതയുഗമാണ് അല്ലെങ്കിൽ സത്യയുഗമാണ് ഈ കലിയുഗത്തിന് ശേഷം വരാൻ പോകുന്നത്. അപ്പൊ കലിയുഗത്തിന്റെ അവസാനവും സത്യയുഗത്തിന്റെ ആരംഭഘട്ടവും ചേർന്ന ഭാഗമാണ് അത്ര ഇന്ന് ഭഗവാന്റെ ശിരസിലിരിക്കുന്ന ആ ചന്ദ്രക്കലയുടെ തേജസ്സോട് കൂടിയിട്ടുള്ള ഭാഗം. അപ്പൊ നമുക്ക് എവിടേക്കാണ് പോകുന്നത്? മനുഷ്യൻ 3 തരത്തിലുള്ളവരാണെന്നാണ് പറയുന്നത്. അതായത് ഏതൊക്കെ തരാണെന്നറിയോ? മനുഷ്യനിലെ മനുഷ്യത്വത്തെ ഉണർത്തി മനുഷ്യനാകുക. അതുപോലെ മനുഷ്യനിലെ ദേവത്വത്തെ ഉണർത്തി ദേവനാകുക. അതേപോലെ മനുഷ്യന്റെ ആസുരിക ചിന്തകളെ ഉണർത്തി അസുരനാകുക. ഇതിലേത് ഭാവത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്? ആരാണ് തീരുമാനിക്കുന്നത്? നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓരോരുത്തരും ചിന്തിക്കാം, ഞാനിതിൽ ഏതാണ്? ഞാനിതിൽ ഏത് ഭാവത്തെയാണ് ഉണർത്തേണ്ടത്? ഇതിൽ ഉണർത്തണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മനുഷ്യനിലെ മനുഷ്യത്വത്തെ ഉണർത്തി മനുഷ്യനാണോ? ദേവത്വത്തെ ഉണർത്തി ഈശ്വരനാണോ? അസുരിക ഭാവത്തെ ഉണർത്തി അസുരനാണോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം. അപ്പൊ നമുക്ക് അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ജീവജാലങ്ങളെല്ലാം അതായത് മനുഷ്യനെ പോലെ വിശേഷ ഗുണമുള്ളവരല്ല. പണ്ട് പറയുന്നത് കേട്ടിട്ട് ചെറിയൊരു കഥയാണെങ്കിലും ഒരു നേരം പോലെ ബ്രഹ്മാവിൻ്റെ അടുത്ത് ഈ മൃഗങ്ങളെല്ലാവരും കൂടിയിട്ട്, കാട്ടുമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും എല്ലാവരും കൂടി ചെന്നിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട് സങ്കടം പറഞ്ഞത്. അതായത് ഒരു കാര്യം വരുമ്പോൾ ശത്രുക്കളും മിത്രങ്ങളൊക്കെ ഒരുമിച്ച് ഒത്തുചേരും ഇല്ലേ? എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി അതുവരെ സ്പർദ്ധയിൽ നിൽക്കുമെങ്കിലും ഒരു കാര്യത്തിന് എല്ലാവർക്കും സാധിക്കേണ്ട ഒരു ആണെങ്കിൽ എല്ലാവരും ഒത്തുചേർന്നിട്ട് അവിടെ ചെന്നിട്ട് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അണിനിരക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട്. അതേപോലെ കാട്ടുമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും എല്ലാവരും ചേർന്നിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞോട്ടെ, അതായത് ഞങ്ങൾക്ക് ഭൂമിയിൽ വല്ലാത്ത ശല്യമായിരിക്കണം. ആരെ കൊണ്ടാ ശല്യം എന്നറിയോ? മനുഷ്യന്മാരെ കൊണ്ട്. ഈ മനുഷ്യന്മാരെ കൊണ്ട് തോറ്റു, ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും ഇല്ലാണ്ടായി. അങ്ങ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരണം. അങ്ങല്ലേ സൃഷ്ടികർത്താവ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോംവഴി ഇതിന് കാണിച്ചു തരണം. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞിട്ട് അവര് വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട വിധം ഉപയോഗിക്കാതെ നിങ്ങളെ പോലെ ജീവിക്കുന്നത് കൊണ്ടാണ് അത് ഇത്രയും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മനുഷ്യൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആർക്കുള്ള പാഠമാണ്? നമ്മളിൽ ഓരോരുത്തർക്കും. അതായത് വിശേഷ ബുദ്ധി വിശേഷേന ഗ്രഹിച്ച് വിചിന്തനം ചെയ്ത് മനനം ചെയ്ത് ബുദ്ധി മാത്രം പോരാ. ബുദ്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇല്ലേ? എല്ലാവർക്കും ബുദ്ധിയുടെ ആവശ്യത്തിലധികമുണ്ട്. പക്ഷേ അതേത് രീതിയിൽ മനനം ചെയ്ത് മനുഷ്യനാവുക, നല്ല മനസ്സുള്ളവൻ മനുഷ്യൻ, മനുവംശത്തിൽ പിറന്നവൻ മനുഷ്യൻ, അല്ലെങ്കിൽ മനനം ചെയ്യാൻ ശക്തിയുള്ളവൻ, വിശേഷേന ചിന്തിച്ച് അറിവ് നേടുന്നവൻ മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് മനുഷ്യന് ഈ ഒരു പേര് നൽകിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും മൃഗങ്ങളുടെ ലെവലിലേക്ക് താഴ്ന്ന് ആസുരികമായിട്ട് ജീവിക്കണോ, അസുരചിന്തയോടുകൂടി ജീവിക്കണോ, അതോ മനുഷ്യനായിട്ട് ജീവിക്കണോ, ഈശ്വരനായിട്ട് ജീവിക്കണോ എന്നുള്ള കാര്യം നമ്മളാണ് ചിന്തിക്കേണ്ടത്.
അപ്പൊ അവിടെയാണ് എങ്ങനെയാണ് മനുഷ്യൻ ഈശ്വരനിലേക്ക് എത്തുക. മനുഷ്യനാണ്, ഓക്കെ, അത് ശരിയാണ് അല്ലേ, നമ്മളെല്ലാവരും മനുഷ്യനാണ് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നെല്ലാവരും ഇന്ന് ശിവരാത്രിയാണ് എന്നുള്ള ബോധത്തോടു കൂടി ക്ഷേത്രത്തിലേക്ക് വന്നതും മഹാദേവനെ ഒന്ന് വന്ദിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ എത്തിയിരിക്കില്ല. പക്ഷെ ഇനി എങ്ങനെയാണ് ഈശ്വരനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഈശ്വരനിലേക്ക് എത്തുക? സ്വന്തം കാര്യം നോക്കി, എനിക്ക് എൻ്റെ കാര്യം മാത്രം, എൻ്റെ കുടുംബത്തിന്റെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം മാത്രം നോക്കി, അവനവന്റെ കാര്യം നോക്കി സ്വാർത്ഥ ബുദ്ധിയോട് കൂടി ജീവിക്കുന്നവനല്ല മനുഷ്യൻ. എങ്ങനെയുള്ളവനാവണം? അതിനാണ് നമ്മള്, അതായത് അവനവൻ ആത്മസുഖത്തിനാചരിപ്പത് അപരനും സുഖത്തിനായി വരേണമേ. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, ഇത് എനിക്കും മറ്റുള്ളവർക്കും ഗുണത്തിന് വേണ്ടി സാധിക്കുമോ, ഗുണം ലഭിക്കുമോ, നന്മ ലഭിക്കുമോ, അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അവനവനെ മാത്രം സുഖം നൽകുന്ന കാര്യം ചെയ്യുക എന്നല്ല, ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് ഗുണകരമാണെന്നെങ്കിൽ ഈ കാര്യം പ്രവർത്തിക്കാം. 2 വട്ടം ആലോചിക്കുക ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പല വിധത്തിലും ദാനധർമാദികളിലൂടെ അല്ലെങ്കിൽ നല്ല നല്ല വാക്കുകളിലൂടെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈശ്വരനിലേക്ക് നമുക്ക് പുണ്യം നേടാം. നമുക്കറിയാം, നമ്മളാരും മനുഷ്യനായി ജനിച്ചു എന്നുള്ളത് സത്യം. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനാണോ നമ്മൾ ജനിച്ചിരിക്കുന്നത്? അല്ല. നമ്മൾ ഇന്ന സ്ഥലത്ത് ജനിക്കണം, പുരുഷനായിട്ട് ജനിക്കണം, സ്ത്രീയായിട്ട് ജനിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല നമ്മളിവിടെ ജനിച്ചത്. അതേപോലെ നമ്മൾ മരിക്കുന്നതും അങ്ങനെയല്ല. നമുക്കറിയോ അടുത്ത നിമിഷം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. നമ്മൾ ഏത് നിമിഷമാണ് മരിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഇതൊന്നും അറിയാത്ത മനുഷ്യന്മാർ എന്ത് ചെയ്യും? അഹങ്കാരമുണ്ട്, ഞാൻ, എൻ്റെ, എനിക്ക് എല്ലാ കഴിവുമുണ്ട്, എനിക്ക് എല്ലാ അറിവുമുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, ഐശ്വര്യമുണ്ട്, ധനമുണ്ട്, ധാന്യമുണ്ട്, എല്ലാ കഴിവുകളുണ്ട് എന്നുള്ള അഹങ്കാരത്തോട് കൂടിയിട്ട് അങ്ങനെ ജീവിച്ച് മരിച്ചങ്ങനെ നമുക്കാണ്. 4 വിഭാഗക്കാരാണ് ഇത്തരത്തിൽ ചിന്തിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈ കാണുന്നത് മുഴുവൻ സത്യമാണ്, പ്രപഞ്ചം സത്യമാണ് എന്ന് കരുതുന്ന ഒരു വിഭാഗം. ആണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ കൺമുന്നിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? പ്രപഞ്ചം സത്യമല്ല എന്നുള്ളത് ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ധാരാളം ഒരു 100 ഏക്കർ കണക്കിൽ ഭൂമിയുണ്ട്, ഏലത്തോട്ടം, റബ്ബർ തോട്ടം, തെങ്ങിൻ തോട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അങ്ങനെ പരിപാലിച്ച് അതിൽ നിന്ന് ആദായം എടുത്ത് മക്കളെ പഠിപ്പിക്കുക, ജോലി ചെയ്യുക, അതുപോലെ നല്ല നല്ല സാമ്പത്തിക നേട്ടം വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം യാദൃച്ഛികമായിട്ട് ഒരു ഉരുൾപൊട്ടലില് ആ ഭൂമി മുഴുവൻ മണ്ണിലടിയിലാകുന്നത്. എത്രയോ ആളുകൾ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും, തലേ ദിവസം രാത്രി പോലും നമ്മൾ സ്വപ്നം കണ്ടതാണ് അല്ലേ? അതിൽ നിന്ന് ഇത്ര ലക്ഷം ആദായം എടുത്തിട്ട് എൻ്റെ മകനെ എന്തിന് ചേർക്കണം, MBBS ചേർക്കണം, എഞ്ചിനീയറിംഗിന് ചേർക്കണം, അതൊക്കെ വേണം, പഠിപ്പോ വിദ്യാഭ്യാസം ഒക്കെ അത്യാവശ്യം. പക്ഷേ ഒരൊറ്റ നിമിഷം മതി ഇതെല്ലാം തകർന്ന് തരിപ്പണമാകാൻ. അങ്ങനെയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുക. അതാണ് നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ പകർന്നു തന്നിട്ടുള്ളത്. ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ പര്യാപ്തമായ ഒരു മനസ്സിന് ഉടമയായി തീരുക. ആ മനസ്സ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? മനസ്സിന് ബലം കിട്ടണമെങ്കിൽ, ദൗർബല്യമില്ലാതിരിക്കണമെങ്കിൽ, ആ മനസ്സിന് ശക്തി കിട്ടണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാവണം നമ്മുടെ നാമജപം, കീർത്തനാലാപം, ക്ഷേത്ര ദർശനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പൊ നമ്മുടെ ശരീരത്തെ നമ്മൾ എപ്രകാരം, അതായത് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകി കുളിച്ച് പെർഫ്യൂമൊക്കെ അടിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നമ്മളിരിക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ മനസ്സും ഇതേപോലെ ശുദ്ധമാവണമെങ്കിൽ ഇതുപോലെയുള്ള ക്ഷേത്ര ദർശനം, അതുപോലെ നല്ല കാര്യങ്ങൾ, നാമജപം, കീർത്തനം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഈശ്വരനെ കുടിയിരുത്താൻ നോക്കുക. അങ്ങനെയുള്ള മനസ്സിൽ മാത്രമാണ് ഈശ്വരൻ കുടിയിരിക്കുകയുള്ളൂ. ആ ഈശ്വരൻ കുടിയിരുന്നാൽ പിന്നെ നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല ചിന്തകളും നമ്മുടെ മനസ്സിൽ വരും. അത് ഇല്ലാത്തിടത്താണ് ദുശ്ചിന്തകളും വേണ്ടാത്ത കാര്യങ്ങളും വന്നു കയറുന്നത്. അപ്പൊ എന്ത് വേണം? മനസ്സ് ശുദ്ധമാകണമെങ്കിൽ നമ്മൾ നമ്മുടേതായ ലൗകിക കാര്യങ്ങളിൽ മുഴുകല്ല, എന്ത് വേണം? ആത്മീയ കാര്യങ്ങളിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ഭഗവാനിലേക്ക് മനസ്സർപ്പിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ചൈതന്യവത്തായിട്ടുള്ള മനസ്സും ആ മനസ്സിന് ഈശ്വരൻ പ്രീതിയും. ദേഹം എത്രത്തോളം പരിശുദ്ധമാക്കി വെച്ചു എന്നതിലല്ല കാര്യം, നമ്മുടെ മനസ്സും കൂടി അതുപോലെയാണ്. നമ്മുടെ വീട് വളരെയധികം നമ്മളെ കഴുകി തേച്ച് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചു. പക്ഷെ എവിടുന്നോ ഒരു ദുർഗന്ധം വരണ്ടേ നമുക്ക് തോന്നുകയാണ്. എവിടുന്നായി ദുർഗന്ധം വരെ നമുക്ക് ഒരു പിടിയും കിട്ടണില്ല. ആ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി അടിച്ചു വാരി തുടച്ചൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ
സുഗന്ധം എവിടുന്നാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണില്ല. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് എവിടെയോ ഒരു മുക്കിൽ ഒരു എലി ചത്ത് കിടക്കുന്നത് ഇത് കാണുകയാണ്. ആ എലി ചത്ത് കിടക്കുന്ന ദുരന്തമാണ് വീട് മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ നമ്മള് പുറമെ നമ്മുടെ ഭക്തി പ്രകടനമാവരുത്, അതുപോലെ ഈ ഭക്തി ആത്മസമർപ്പണത്തോട് കൂടിയിട്ടായിരിക്കണം. അങ്ങനെയുള്ള മനസ്സിലാണ് ഈശ്വരൻ എനിക്ക്. അപ്പൊ സീതാദേവിയുടെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് നമ്മുടെ സങ്കല്പം ഉറച്ച തീരുമാനത്തോടെ ഉറച്ച ഭക്തിയോട് കൂടി ആത്മസമർപ്പണം ചെയ്യുമ്പോഴാണ് ആ ഭഗവാൻ മനസ്സിൽ കൂടിയിരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ 100,000 ചിന്തകളോട് കൂടിയിട്ട് ക്ഷേത്രത്തിലേക്ക് വന്ന് ഒരു വഴിപാട് കഴിക്കുന്ന പോലെ ഇവിടെയുള്ള കൈ കൂപ്പി നടക്കലും എന്ന് അപ്പുറത്തേക്കും നോക്കി ഇപ്പുറത്തേക്കും നോക്കി അപ്പുറത്തുള്ള ആൾ വന്നിട്ടോ വേറൊരാൾ വന്നിട്ടോ നോക്കി ഇങ്ങനെ ആയിരിക്കരുത്. നമ്മുടെ ആത്മസമർപ്പണത്തോട് കൂടി ഇങ്ങനെ ആയിരിക്കണം ക്ഷേത്രത്തിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം. അതായത് നമ്മൾ ഈ കീർത്തനത്തിൽ പറയുന്നുണ്ട് സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. 4 തലത്തിലാണ് ഒരു ഭക്തൻ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ധാരാളം പ്രാരബ്ധ കർമ്മങ്ങളിൽ പെട്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ശിവരാത്രി ദിവസം ഞാൻ എന്തായാലും ക്ഷേത്രത്തിൽ പോകും എന്ന മനസ്സിൽ നമ്മൾ ഉറച്ച തീരുമാനം എടുക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് സാലോക്യം എന്ന് പറയുന്നത്. അതായത് ഞാൻ എന്ത് വന്നാലും വേണ്ടി എത്ര ദിവസം എനിക്കൊന്ന് പോകാൻ പറ്റിയില്ല, അപ്പൊ മനസ്സിൽ നമ്മൾ ഉറച്ച തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ഞാൻ ഗുരുവായൂർക്കൊന്ന് പോകും, അല്ലെങ്കിൽ വേറൊരു ക്ഷേത്രത്തിൽ നമ്മൾ പോകാൻ മനസ്സിൽ തീരുമാനം എടുക്കണം. അപ്പൊ അതിനുശേഷം നമ്മൾ അന്നേ ദിവസം രാവിലെ നിത്യകർമ്മങ്ങളെല്ലാം ചെയ്ത് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ ക്ഷേത്ര സന്നിധിയിലെത്തി ആ സമീപത്തെത്തി ക്ഷേത്രത്തിന്റെ ഗോപുരം കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ എന്തായി ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നതിനാണ് സാമീപ്യം എന്ന് പറയുന്നത്. കുറച്ചും കൂടി അടുത്തേക്ക് എത്തി. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അതിൽ നിന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ വന്നു. അതിനുശേഷം നടക്കിൽ നിന്നിട്ട് നമ്മുടെ നന്നായിട്ട് ആ ദീപപ്രഭയിൽ നിൽക്കുന്ന ഭഗവാനെ ജ്വലിച്ച് നിൽക്കുന്ന ആ ഭഗവാനെ മനസ്സുമൊക്കെ കണ്ട് വളരെ നന്നായിട്ട് മനസ്സിലേക്ക് ആ രൂപം ആവാഹിച്ച് നമ്മൾ ആ ഭക്തിയോട് കൂടിയിട്ട് ഇരു കൈകളും കൂടി ഭഗവാന്റെ മുമ്പിൽ നിൽക്കുക. ആ അവസരത്തിൽ എന്താണ് ആത്മസമർപ്പണത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ഭഗവാന്റെ രൂപം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേറെ ഒന്നുമില്ല, വേറെ ഒരു ചിന്ത ഇവിടെ പാടില്ല. അതാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കിയിട്ടല്ല, ആ ശ്രീകോവിന്റെ മുമ്പിൽ നോക്കി ആത്മസമർപ്പണത്തോടു കൂടി ചുഴുന്ന സമയത്ത് കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് കണ്ണ് തുറന്ന ഭഗവാനെ നമ്മുടെ മുമ്പിലേക്ക് കാണും. അതിനുശേഷം സ്വാഭാവികമായിട്ട് നമ്മുടെ കണ്ണ് അടഞ്ഞു പോകും. എങ്ങനെയാണെങ്കിൽ ആത്മസമർപ്പണത്തോട് കൂടിയിട്ട് ഭഗവാനെ മാത്രം ഉള്ളിലേക്ക് എടുക്കുകയാണെന്നുള്ള ബോധത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ കണ്ണ് അറിയാതെ അടഞ്ഞു പോകും. ഇത് എന്തുകൊണ്ടാണെന്നറിയോ, നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യവും ശ്രീകോവിലുള്ള ചൈതന്യം ഒന്നാണ് എന്ന് നമ്മുടെ ആത്മാവ് തിരിച്ചറിയുന്ന നേരം ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സെത്തുമ്പോൾ എന്താണ് സാരൂപ്യം എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതായത് ഭഗവാനും ഞാനും ഒരേ രൂപമാണ്, അവിടെ വേറെ ഒരു രൂപവും ഇല്ല നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഞാനും ഭഗവാനും ഒരേ ചൈതന്യത്തിന്റെ ഭാവമാണ്. അതുകൊണ്ട് ഞാനും ഭഗവാൻ വേറെ ഒരു രൂപവും എൻ്റെ മനസ്സിലില്ല എന്നുള്ളതിന് സാരൂപ്യം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതിനുശേഷം കൂടുതൽ നമ്മളതിൽ ലയിച്ച് കണ്ണടച്ചങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാനും ഇല്ല, എൻ്റെ രൂപവുമില്ല, ഒന്നുമില്ല. ആ ഭഗവത് ചൈതന്യത്തിന്റെ മനസ്സർപ്പിച്ച് കുറച്ച് നിമിഷങ്ങളായാലും നമ്മളങ്ങനെ നിൽക്കുമ്പോൾ ആ അവസ്ഥയ്ക്കാണ് സായുജ്യം എന്ന് പറയുന്നത്. ഈ അവസ്ഥ ശരിക്കും നമ്മുടെ ചൈതന്യം, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനത് തിരിച്ചറിയാൻ പറ്റും. നമുക്കിതൊന്നും അറിയില്ലെങ്കിലും ആത്മാവിനത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അറിയാതെ തന്നെ നമ്മളെ കണ്ണടഞ്ഞു പോകുന്നത്. ആത്മാവിലേക്ക് നമ്മുടെ അറിയാതെ തന്നെ ശരീരം അത് അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതുകൊണ്ട്. അതിനുശേഷം അങ്ങനെ കണ്ണുകളിലൂടെ നമ്മൾ ഭഗവാനെ നമ്മളെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുന്നു. അതിനുശേഷം ക്ഷേത്രത്തിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ക്ഷേത്രത്തിൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തി ആ ആത്മാവിനെ ഉത്തമമായിട്ട് ആത്മാവിനെ ഉദ്യോജിപ്പിക്കുക എന്നുള്ളതാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കണ്ണുകളിലൂടെ ഭഗവാന്റെ രൂപം മനസ്സിലേക്ക് ആവാഹിച്ചു. അതിനുശേഷം ചെവിയിലൂടെ നമ്മളിവിടെ കേൾക്കുന്നത്, അതായത് ഓരോ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ സോപാന സംഗീതം ഉണ്ടാവാം, നാമജപം ഉണ്ടാവാം, കീർത്തനങ്ങൾ ഉണ്ടാവാം, പാരായണങ്ങൾ ഉണ്ടാവാം, അതുപോലെ മണിനാദം, അതുപോലെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ക്ഷേത്രത്തിൽ നടക്കുന്ന വാദ്യഘോഷാദി ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ശബ്ദങ്ങളാണ് അവിടെ കേൾക്കുന്നത്. മന്ത്രജപങ്ങൾ ഉണ്ടാവാം, തിരുമേനി ഒരു പക്ഷേ ശ്രീകോവിൽ ജപിക്കുന്ന നാമങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ആത്മാവിലേക്ക് അങ്ങനെ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചെവിയിലൂടെ നമ്മുടെ ആത്മാവിലേക്ക് എത്തുന്നു. അതുകൊണ്ട് അത് നമ്മുടെ മനസ്സിൽ അത്രയും പുണ്യമായിട്ട് നിറയാണ്. നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതൊന്നും നമ്മൾ അറിയണില്ല, ഇതൊന്നും നമ്മൾ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെവിയിലൂടെ ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങുന്നു.
അതിനുശേഷം നമുക്ക് എന്താണ്, ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് പ്രസാദം കിട്ടും ഇല്ലേ? നമുക്ക് തൊടാനായിട്ട് ചന്ദനം, കുങ്കുമം, ഭസ്മം ഇതൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ സന്തോഷത്തോടു കൂടി നമ്മൾ ആ ചന്ദനം നമ്മളെ നെറ്റിയിൽ തൊടും. കുങ്കുമമായാലും ഭസ്മമായാലും എന്താണോ നമുക്ക് തൊടാൻ, അപ്പോൾ സ്പർശനം ത്വക്കിനെ ഉദ്ദീപിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കണ്ണ്, ചെവി, ത്വക്ക് ഇത്രയും. ഇനി മൂക്കിലൂടെ നമ്മൾ തുളസിപ്പൂവ് അല്ലെങ്കിൽ ചന്ദനം ഇതിൻ്റെയൊക്കെ സുഗന്ധം നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാസാദ്വാരത്തിലൂടെ ആ പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം പ്രസാദം, തീർത്ഥം, പ്രധാനമായിട്ട് തീർത്ഥമാണ് നമുക്ക് ആദ്യം കിട്ടുക. 1-2 തുള്ളി തീർത്ഥമാണ് തിരുമേനി നമ്മുടെ കയ്യിൽ ഒറ്റിച്ചു തരിക. അത് നമ്മൾ വളരെ ദിവ്യമായിട്ട് ചുണ്ട് തൊടാതെ വായിലൊന്നും സ്പർശിക്കാതെ അകത്തേക്ക് ഒഴുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും, ഇത്രയൊക്കെ തീർത്ഥമുള്ള സ്ഥിതിക്ക് ഒരു കിണ്ടിയിൽ കുറച്ചിട്ട് തന്നാൽ നമ്മുടെ ദാഹം മാറിയെന്ന് കുറച്ച് നല്ലോണം കൂടെ തന്നൂടെ, ഇങ്ങനെയാണ് കുടിച്ചാൽ ദാഹം തീരുന്നേക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അത്രയും ഭഗവാനെ അർച്ചിച്ചിട്ടുള്ള അല്ലെങ്കിൽ അഭിഷേകം ചെയ്തിട്ടുള്ള ഇളനീര് അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ ജലം എന്തായാലും പുണ്യതീർത്ഥമായിട്ട് ഭഗവാനെ സ്പർശിച്ചിട്ടുള്ള ആ തീർത്ഥം നമ്മുടെ ആത്മാവിൽ സ്പർശിക്കാൻ മാത്രമേ പാടുള്ളൂ എന്നതുകൊണ്ടാണ് 1-2 തുള്ളി മാത്രം നമുക്ക് തരുന്നത്. അല്ലാതെ ദാഹം തീർക്കാനല്ല. അത് വിയർപ്പായിട്ടോ അല്ലെങ്കിൽ മൂത്രമായിട്ടോ പുറത്തേക്ക് പോകാൻ പാടില്ല. ആമാശയത്തിലേക്ക് പോലും ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആത്മാവിൽ ലയിക്കുക, അത്രയും പാടുള്ളൂ. അതുകൊണ്ടാണ് 1-2 തുള്ളി മാത്രം നമുക്ക് തരുന്നത്. അപ്പം അങ്ങനെ ആ തീർത്ഥം നമ്മൾ സേവിക്കുന്നതോട് കൂടിയിട്ട് എന്തായി, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇത്രയും ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളെ ആത്മാവിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അറിയാതെ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഇതിലൂടെ ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതും പ്രത്യേകിച്ച് പ്രധാന ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഓണം, വിഷു, തിരുവാതിര, അതുപോലെ ആയില്യമകം, മഹാശിവരാത്രി ദിവസം, അങ്ങനെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ് 2 കയ്യും നീട്ടി. എൻ്റെ മക്കള് എന്നെ കാണാനായിട്ട് വരുന്ന സുദിനം, ആ ദിവസത്തിൽ അവരെ നന്നായിട്ട് എല്ലാവരും വന്നൂലോ സന്തോഷമായി എന്നുള്ള ആ ഭാവത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാവം, ആ അനുഗ്രഹം പ്രത്യേക ദിവസം നമുക്ക് ലഭിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. അപ്പൊ ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നടന്നു നിൽക്കുന്ന, അതായത് തൂണിലും പുല്ലിലും പൂവിലും തൂണിലും തുരുമ്പിലും നടന്നു നിൽക്കുന്ന ആ ചൈതന്യത്തെ നമുക്ക് വേണ്ടിയിട്ട് ശ്രീകോവിലുള്ളിൽ നമ്മുടെ പൂർവീകര് മന്ത്രജപത്തോടും നാമജപത്തോടും അതുപോലെ താന്ത്രിക വിധിപ്രകാരം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ടും വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം ഇങ്ങനെയുള്ള സുദിനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും പുണ്യമായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ശിവന്റെ മഹാദേവന്റെ രൂപത്തെ കുറിച്ചാണ്. അതും കൂടി പറഞ്ഞ് നമുക്ക് സമർപ്പിക്കാം. സമയം 1.5 മണിക്കൂറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് മഹാദേവന്റെ രൂപം നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് കലിയുഗത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കലിയുഗത്തില് മറ്റ് യുഗങ്ങളില് യജ്ഞങ്ങള്, യാഗങ്ങള് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ചക്രവർത്തിമാര്, രാജാക്കന്മാരൊക്കെ ചെയ്തിരുന്നത്. അതിന് ധാരാളം വിശിഷ്ടമായിട്ടുള്ള വസ്തുക്കളും മന്ത്രജപങ്ങളും ഒക്കെ ധാരാളം വേണം എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് അതൊന്നും ചെയ്യാൻ അത്ര പെട്ടെന്ന് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല നമ്മളെല്ലാവരും ധാരാളം ജീവിത പ്രാരബ്ധങ്ങളിൽ പെട്ട് നഷ്ടം തിരിയാണ്. പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഏതാണ്? നാമജപമാണ്. ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം. അത് ഏത് നാമായാലും കുഴപ്പമില്ല. ഭഗവാൻ മഹാദേവനെ സംബന്ധിച്ചിടത്തോളം നമശിവായ, അല്ലെങ്കിൽ നാരായണ നാമം, മഹാവിഷ്ണുവിൻ്റെ നാമം, ദേവിയുടെ നാമമാണെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ ജപിക്കാം. അയ്യപ്പസ്വാമി ആണെങ്കിൽ ഭൂതനാഥ സദാനന്ദ തുടങ്ങിയുടെ നാമം, അല്ലെങ്കിൽ ശരണം അയ്യപ്പ, ഏത് നാമായാലും ഇഷ്ടദേവനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് സ്ഥിരമായിട്ട് ഇന്ന സമയമൊന്നുമില്ല. നാമം ജപിക്കാൻ ഇന്ന സമയം വേണം, കൃത്യനിഷ്ഠ വേണം, അങ്ങനെയൊന്നുമില്ല. കയ്യും കാലും മുഖവും കഴുകി ശുദ്ധമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അടുക്കളയിൽ ജോലി ചെയ്യാൻ, ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാം. ഇങ്ങനെ ഇന്ന സമയത്തെ ഭഗവാനെ ചിന്തിക്കാവൂ അല്ലെങ്കിൽ ഭഗവൻ നാമം ജപിക്കാവൂ എന്നില്ല. എപ്പോഴും നമ്മുടെ കൂടെ, നമ്മുടെ ഉള്ളിലും പുറത്തുമുള്ള ചൈതന്യം ആ ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കയ്യിനും കാലിനും കേടിനും കണ്ണിനും ആത്മാവിനും മനസ്സിനും കേടിക്കാതെ നമുക്ക് ക്ഷേത്രത്തിൽ വരാനും ഇതിലൊക്കെ പങ്കെടുക്കാനും സാധിച്ചത് ആ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സദാസമയം നാമം ജപിക്കുക മാത്രമാണ് ഏറ്റവും നമുക്ക് ചെയ്യാനുള്ളതെന്ന് ബോധത്തോട് കൂടിയിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നാമം ജപിക്കാം. അപ്പോൾ ചിലർ പറയാം അതിനൊന്നും സമയം ഇല്ലാത്തത് കൊണ്ട്, ജോലിക്ക് പോകാണ്ട് അല്ലെങ്കിൽ വീട്ടിൽ പ്രാരബ്ധ കർമ്മങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇത് ചെയ്യാൻ
വെക്കും, ചിലർ നിശ്ചിത സമയം വെക്കും. അതൊരു തെറ്റല്ല. രാവിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് 1 മണിക്കൂർ ഞാൻ നാമം ജപിക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് നല്ലത് തന്നെയാണ്, വേണ്ടാന്നല്ല. അങ്ങനെ കൃത്യസമയം വെക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ ആ സമയത്തെ നോക്കിയിരിക്കരുത്. കൃത്യസമയം 8:30 മണിയായി, 8:30 മണിക്കാണ് നാമം ജപിച്ച അവ നമ്മുടെ സമയത്തിരിക്കാൻ നമ്മുടെ ശ്രദ്ധ പോവുക, ഭഗവാനിലേക്കല്ല ശ്രദ്ധ പോവുക. അതുകൊണ്ട് എന്ത് വേണം? ആ നാമജപം ആത്മസമർപ്പണത്തോട് കൂടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് സ്വീകരിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിലും ശരീരത്തിലും നമ്മുടെ മനസ്സ് കെട്ടുകഴിഞ്ഞാൽ ശരീരവും കിട്ടും. അങ്ങനെയാണ് നമുക്ക് പലതരത്തിലുള്ള മഹാരോഗങ്ങളൊക്കെ വന്നു വിടുന്നത്. മനസ്സിന്റെ ദൗർബല്യം കാരണമാണ്. ആ മനസ്സിനെ ശക്തിപ്പെടുത്താൻ, അതായത് ശരീരത്തിന് ഭക്ഷണം എത്ര കാലം കൊടുക്കുന്നു അതേപോലെ തന്നെ മനസ്സിനെ പോഷിപ്പിക്കാൻ മനസ്സിന് കൊടുക്കുന്ന ആഹാരമാണ് നാമജപം. അത് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോ കൃതികളിലും, പ്രത്യേകിച്ച് ആ എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനത്തിൽ എല്ലാവരും കേട്ടിരിക്കുന്ന ശ്ലോകമാണ്. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിക കലിയായ കാലമതിലതു കൊണ്ടു മോക്ഷഗതി എഴുതെന്നു കേൾക്കുഹരി നാരായണായ നമഃ. അതായത് പലതും പറഞ്ഞ് പകല് എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മുടെ നാവ് ഉപയോഗിക്കുന്നു. വേണ്ടാത്ത കാര്യങ്ങൾ പറയാനും, അതുപോലെ നാവിന്റെ പ്രയോഗം, അതായത് പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരേ ഒരു അവയവം മാത്രമാണ് കേട്ടോ 2 പ്രവൃത്തി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഭക്ഷണം കഴിക്കാനും ഭക്ഷണം രുചിച്ചറിയാനും സംസാരിക്കാനും വാക്കുകൾ ഉപയോഗിക്കാനുമാണ് നമ്മുടെ നാവ്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരൊറ്റ അവയവമാണ് 2 പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ അതിനെ 2നെ ആരാണ് നിയന്ത്രിക്കുന്നത്? അവനവൻ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ അവനവന് തന്നെയാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള നിത്യ ദുഃഖവും നിത്യനരകത്തിൽ എത്തിക്കുന്നത് ഈ നാവാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അവരെ വെറുപ്പിക്കുന്ന രീതിയിൽ, നേരത്തെ പറഞ്ഞ കാളകൂട വിഷത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ് വരുന്നത്. ഭഗവാൻ കാളകൂട വിഷം കണ്ഠത്തിൽ പിടിച്ചു എന്ന് തടഞ്ഞു വെച്ചു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ വിഷമായിട്ട് പുറത്തേക്ക് കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഈ നാവിലൂടെയാണ്. മറ്റുള്ളവർക്ക് നിത്യ ദുഃഖവും ദുരിതവും കൊടുത്ത ചീത്ത വാക്കുകൾ പറഞ്ഞ് അങ്ങനെ കഴിയുന്നവർക്ക് എന്നും ആരെ കുറ്റം പറയുന്നു, ആരോടൊക്കെ ദേഷ്യവും പകയും മനസ്സിൽ വെച്ച് അവരോടൊക്കെ നാവ് പ്രയോഗിക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ അനുഭവം. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നിമിഷം ഇപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, അതാണ് നാളെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. കലികാലത്തിൽ നാമജപത്തിന് വേണ്ടിയിട്ട്, കീർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, പാരായണങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിനൊക്കെ നമുക്ക് നാവ് ഉപയോഗിക്കാം. മറ്റുള്ളവരുടെ നേരെ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ച് കുറ്റങ്ങൾ പറയാനും പരദൂഷണം പറയാനും നാവ് ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ ഭക്ഷണം നിയന്ത്രിക്കേണ്ട കാര്യം, നമ്മുടെ കണ്ണിൽ കണ്ടതും ആവശ്യമില്ലാത്തതും വേണ്ടതും വേണ്ടാത്തതും മുഴുവൻ വലിച്ചു കയറ്റി ഭക്ഷിക്കുക എന്നതല്ല. നാവിനെ നിയന്ത്രിച്ച് ആവശ്യത്തിന് മാത്രം, അതായത് ശരീരത്തിന് ദോഷം വരാത്ത രീതിയിൽ ഏത് ഭക്ഷണമായാലും നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ 2 തരത്തിലും നാവിനെ നിയന്ത്രിച്ചാൽ മാത്രമാണ് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനം നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങളും നമ്മൾ ആരാണ് ചെയ്യേണ്ടത്? അവനവന് സ്വയം ചെയ്യണം. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ? എൻ്റെ നാവിനെ വേറൊരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ സ്വയം അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? അതിനാണ് വിവേചന ബുദ്ധിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ വിശേഷ ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിക്കുക, ഞാനിത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഏത് തരത്തിൽ അനുഭവപ്പെടും? ദോഷമായിട്ടാണോ നല്ലതായിട്ടാണോ? ദോഷമായിട്ടാണെങ്കിൽ ഉറപ്പാണ് അയാളിൽ നിന്നല്ല ഒരാളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ 4 ആളെ ഭാഗത്ത് നമുക്ക് അത് അടുത്ത ദിവസം അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പം ഇരുന്ന് ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് അവനവന് തന്നെ തിരിച്ചു കിട്ടുന്നത്. അപ്പം ഇവിടെയൊക്കെയാണ് നമ്മൾ വിവേചന ബുദ്ധി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വിശേഷ ബുദ്ധി പ്രയോഗിക്കുന്നത്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ല. അവർക്ക് വെളിച്ചമായ അല്ലെങ്കിൽ പുലർകാലമായി കഴിഞ്ഞാൽ ഇര തേടുക, ഭക്ഷണം കഴിക്കുക, പ്രപഞ്ചത്തിലുള്ള സകലതിനെയും കണ്ട് ആഹ്ലാദിച്ചങ്ങനെ നടക്കുക, അതുപോലെ വരും തലമുറയെ സൃഷ്ടിക്കുക. ഇത് മാത്രമാണ് മറ്റ് ജീവജാലങ്ങൾക്കുള്ളത്. ബ്രഹ്മാവ് പറഞ്ഞതുപോലെ മനുഷ്യന് ഞാൻ വിശേഷ ബുദ്ധി എന്നത് കൊടുത്തിട്ടുണ്ട്. അത് അവന് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഭൂമിയുള്ള
ചെയ്യുന്ന സർവനാശങ്ങൾക്ക് കാരണം എന്ന ചീത്ത പേര് നമ്മൾ കേൾക്കാതിരിക്കാൻ ആരാണ് ശ്രദ്ധിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാം. അപ്പം അങ്ങനെ നമുക്ക് ഇന്ന് ഈ ശിവരാത്രി ദിവസം ഇത്രയും നല്ലൊരു കാര്യം ഇവിടെ അല്ലെങ്കിൽ നാമജപ പാരായണമൊക്കെ നമ്മൾ എല്ലാവരും ചേർന്ന് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇനി നമുക്കൊരു കീർത്തനത്തോട് കൂടിയിട്ട് മഹാദേവന്റെ കേശാദിപാദ വർണ്ണന അത് ചൊല്ലിയതിന് ശേഷം നമുക്കിതിവിടെ സമർപ്പിക്കാം. ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ ശങ്കര ധ്യാന പ്രകാരം ഗ്രഹിക്കനി തിങ്കൾ കലാഞ്ചിതം കോടീരബന്ധനം ഗംഗാഭുജംഗവും നെറ്റിത്തരം കണ്ണിരംഗജന്മാവിനെ ചുട്ടോരു നേത്രവും അർക്കചന്ദ്രന്മാരിക്കരമായുള്ള തൃക്കണ്ണു രണ്ടും തിരുനാസികാഭയം സ്വർണ്ണപ്രഭാഭോഗി കുണ്ടലാലംകൃതം കർണദ്വയം ചാരുകണ്ഠഭാഗങ്ങളും ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ ബിംബാധരോട്ടവും ഗന്ധരത്നങ്ങളും ബിംബോകലീലാവലോകസ്ഫിരങ്ങളും ആനനാം ഭോജവും കാളകൂടപ്രഭാമോനനിയോജനം കണ്ഠപ്രദേശവും ഭക്ഷസ്ഥലോജലം സർപ്പഹാരം ലോകരക്ഷോവരങ്ങളാം നാലു തൃക്കൈകളും മാനും മഴവും വരദാഭയങ്ങളും ധ്യാനിക്കിലാനന്ദമേകും സനാതനം ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ പ്രദേശവും ചാലലേരോ മാളികാളികാവല്ലിയും ഭംഗ്യാപുരിത്തോരുളുത്തോരു ശോഭയും തുങ്കം കളീതളം ഭൂതികാഞ്ചീശരം ൂരുദ്വയം ചാരുകാനുയുഗളവും ചേരും കണങ്കാലടിച്ചാർവിലാസവും ശ്രീപാദയുഗ്മേ വിളങ്ങുന്ന കങ്ങളും ലോകം വരാതെ മനസ്സിലോടീരണം ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ കേശാദിപാദവും പാദാദികേശവും ഈശാനുകൂലം നിരൂപണം ചെയ്തുടൻ അർച്ചനം തർപ്പണം നാമസങ്കീർത്തനം സച്ചിദാനന്ദ സ്വരൂപ സംഭാവനം വൃത്തം പ്രദക്ഷിണം സൽക്കഥാവന്ദനം ഭക്തിപൂർവം ചെയ്തു കൊള്ളുന്നവൻ ശിവൻ സാരോഗ്യമെങ്കിലും സാമീപ്യമെങ്കിലും ത്രൈലോക്യനാഥന്റെ സാരൂപ്യമെങ്കിലും സായുജ്യമെങ്കിലും സത്യം നിരൂപിച്ചതായുരാന്തേരീ പാർവതീ ദേവിയെ കൂടെ സ്മരിക്കണം സർവകാലം മഹാദേവന്റെ സന്നിധോ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ താരകാരാദിയും നന്ദിയെ മേൽക്കുന്ന ദേവവൃന്ദങ്ങളും
ദൂരഗണങ്ങളും പോറ്റിതൻ കൂറ്റനും ചേതസിൽ വന്നു വിളങ്ങേണമെപ്പോഴും. സന്തതി സൗഖ്യം വരുത്തേണമീശ്വര, സന്താപമൊക്കെ അകറ്റേണമീശ്വര. ബന്ധുക്കളുണ്ടായി വരേണമെന്നീശ്വര, ബന്ധമോക്ഷം വരുത്തേണമെന്നീശ്വര. ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ. ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ. അർത്ഥസമ്പത്തു വരുത്തേണമീശ്വര, വ്യർത്ഥ ദുശ്ചിന്ത ക്ഷമിക്കേണമീശ്വര. പൂർത്തികരണമീശ്വര, ആർത്തിക്ഷയം വരുത്തേണമീശ്വര. കീർത്തി കല്യാണം വരുത്തേണമീശ്വര, മൂർത്തി സൗന്ദര്യം ലഭിക്കേണമീശ്വര. ഇതന്വിജാഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടുടൻ കൃത്തിവാസസിനെ സേവ ചെയ്താൽ ശുഭം. ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ. ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവ. 108 അന്താക്ഷരി മന്ത്രങ്ങൾ ചൊല്ലിട്ട് സമർപ്പിക്കാം. ഓം നമഃ ശിവായ, 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 ഓം
ശിവായ ഓം നമഃ 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 ശിവായ. എന്തായാലും നമ്മൾ ഇന്നിവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ഇഹലോകത്തിലെ ഭൗതിക ജീവിതത്തിലെ മാത്രമല്ല ജന്മജന്മാന്തരങ്ങളിലേക്കുള്ള പുണ്യം കൂടിയാണ്. നമ്മൾ ജപിച്ചവർക്ക് മാത്രമല്ല, ഇത് കേട്ടവർക്കും മഹാദേവന്റെ സന്നിധിയിൽ ഇരുന്ന ഇത്രയും നാമങ്ങൾ, ശിവകീർത്തനങ്ങൾ, പഞ്ചാക്ഷരി മന്ത്രം, അതുപോലെ ശിവസഹസ്രനാമം ഇതൊക്കെ ചൊല്ലുക, അതുപോലെ അത് കേൾക്കുക, പാരായണം ചെയ്യുക. ചൊല്ലാൻ സാധിച്ചില്ലെങ്കിലും അത് കേട്ടിരുന്നവർക്കും അതേ പുണ്യം തന്നെ ലഭിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ജന്മജന്മാന്തരങ്ങളിലേക്കുള്ള പുണ്യമാണ് നമ്മളിപ്പോൾ സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് പുണ്യം എന്ന് പറയുന്നത്. പലരും ചോദിക്കും എന്താ പുണ്യം, എന്താ പാപം, എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതായത് ആ കാര്യം കൂടി എന്ന് പറയട്ടെ, അതും കൂടി അറിഞ്ഞാലാണ് നമ്മൾ ചെയ്തത് എന്താണെന്ന് അറിയുള്ളൂ. കാരണം വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ, നിത്യമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള, നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് പുണ്യം എന്ന് പറയുന്നത്. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയില്ല, അതിനാണ് പാപം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ധാരാളം പാപകർമ്മങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവാം. പക്ഷേ അതിലുപരി ഇങ്ങനെയുള്ള നല്ല സൃജനങ്ങൾ നമ്മൾ ചെയ്യുന്ന ഇത്തരം സൽക്കർമ്മങ്ങൾ നമ്മുടെ പുണ്യമായിട്ട് അത് ജന്മജന്മാന്തരങ്ങളിലേക്ക് സംഭരിച്ച് വെക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ പുണ്യം പാപം എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും അറിഞ്ഞ് ആചരിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഫലം തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ നിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, വിഹിതമായിട്ട് ചെയ്യേണ്ട നിർബന്ധമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിനാണ് പുണ്യം അല്ലെങ്കിൽ പാപം എന്ന് പറയുന്നത്. അതേപറ്റി പറയാനുള്ള കുറേ കാര്യങ്ങൾ പറയാൻ നമുക്ക് തൽക്കാലം ഇവിടെ സമർപ്പിക്കാം. ശിവമംഗള കീർത്തനം ചൊല്ലിയിട്ട്, മംഗളകീർത്തനം കൂടി ചൊല്ലിയിട്ട് ശിവമംഗളം, അതായത് 62ാമത്തെ പേജിലാണ്, അല്ലെങ്കിൽ കേട്ടാൽ മതി. ശങ്കരായ 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 മംഗളം, ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം, മംഗളം സനാതനായ മംഗളം, തന്മയായ ചിന്മയായ തന്മയായ മംഗളം, അനന്തരൂപമംഗളം ചിരന്തനായ മംഗളം, നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗളം, അനഞ്ജലായ മംഗളം അകിഞ്ചനായ മംഗളം, ജഗശിവായ മംഗളം നമഃ ശിവായ മംഗളം, ശങ്കരായ 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 മംഗളം, ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം, കരചരണകൃതംബ കമലകായ ജംബ ശ്രവണനയന ജംബ മാനസംഭാവരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, സർവം നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ
पूर्णमेवावशिष्यते लोका समस्ता सुखिनो भवन्तु ॐ शान्ति शान्ति शान्ति।